ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ARC ഡിജിറ്റൽ ലേണിംഗ് പ്ലാറ്റ്ഫോം. കോമ്പസ് സർവേയിങ് എന്ന് പറയുന്ന ടോപ്പിക്കാണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അതിലെന്താ നോക്കിയേ, ഫോർ ബിയറിംഗ്, ബാക്ക് ബിയറിംഗ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റാണ് നമ്മൾ അവസാനമായിട്ട് നോക്കിയത്. ഓക്കെ, കോമ്പസ് വെച്ചിട്ട് എനിക്കൊരു പ്ലോട്ടുണ്ട്. ഈ കോമ്പസ് വെച്ച് ഞാൻ അളക്കുന്ന എന്താണ്? ഓരോ സർവേ ലൈനിൻ്റെയും ബിയറിങ്ങുകളാണ് അല്ലേ? ഓരോ സർവേ ലൈനിൻ്റെയും ബിയറിങ്ങുകളാണ് എനിക്ക് കോമ്പസ് തരുന്നത്. ഓക്കെ, ഫിക്സഡ് ഡയറക്ഷനിൽ നിന്നുള്ള ആ ഒരു ആംഗിളായിരിക്കും തരുന്നത്. പക്ഷെ ശരിക്കും എനിക്കെന്താ വേണ്ടേ? എനിക്ക് വേണ്ടത് ഈ സർവേ ലൈനുകൾക്കിടയിലുള്ള ആംഗിളുകളാണ് എനിക്ക് വേണ്ടത്. ഓക്കെ, പക്ഷെ കോമ്പസ് തരുന്നത് എന്താ? ഒരു ഫിക്സഡ് മെറിഡിയനിൽ നിന്നുള്ള ഡയറക്ഷനാണ് എന്ത് തരുന്നത്? നമുക്ക് കോമ്പസ് തരുന്നത്. ഇനി എന്ത് ചെയ്യണം? ഈ ബിയറിങ്ങുകളിൽ നിന്നും എനിക്ക് എന്ത് ചെയ്യണം? എനിക്ക് വേണ്ട ആംഗിൾ എങ്ങനെ കണ്ടുപിടിക്കുമെന്നാണ് നോക്കാനുള്ളത്. മനസ്സിലായല്ലോ? നമുക്ക് കിട്ടുന്ന ബിയറിംഗ് ആണ്. ബിയറിങ്ങിൽ നിന്നുള്ള ആംഗിളുകൾ എങ്ങനെ കിട്ടും എന്നാണ് നമുക്ക് നോക്കാനുള്ളത്. ഓക്കെ, ആ ആംഗിളുകളെ നമ്മുടെ ട്രാവേഴ്സിൻ്റെ, നമ്മുടെ പ്ലോട്ടിൻ്റെ ആ ആംഗിളുകളെ പറയുന്ന പേരാണ് എന്ത്? ഇൻക്ലൂഡഡ് ആംഗിൾസ്. ഓക്കെ, ഇൻക്ലൂഡഡ് ആംഗിൾ എന്താ? ആംഗിൾ ബിറ്റ്വീൻ സർവേ ലൈൻസ്. ഈ ടോപ്പിക്കാണ് നമുക്കിനി നോക്കാനുള്ളത്. നമുക്ക് എന്താ പറയുക, നമ്മളതിൽ ബിയറിംഗ് ഉണ്ട്. നമുക്ക് വേണ്ട എന്താണ്? ആംഗിളാണ്. അതെങ്ങനെ കണ്ടുപിടിക്കുക എന്നാണ് നോക്കാനുള്ളത്. ശരി, നമുക്ക് രണ്ട് കാര്യങ്ങളാണ് ഇവിടെ നോക്കാനുള്ളത്. എൻ്റെ രണ്ട് സർവേ ലൈൻസ് ഉണ്ട്, എ ബി സി. എ ബി എന്ന് പറയുന്ന ഒരു സർവേ ലൈൻ ഉണ്ട്, ബി സി എന്ന് പറയുന്ന മറ്റൊരു സർവേ ലൈൻ ഉണ്ട്. ഞാൻ അതിന് ഒന്നുകൂടി വരയ്ക്കുക. എ ബി സി ഒരേ സ്ഥലത്ത് തന്നെ എടുത്ത്. എൻ്റെ ഡൗട്ട് ഇതാണ്, എക്കും ബിക്കും ഇടയിലുള്ള ആംഗിളാണ് നീ കണ്ടുപിടിക്കാനുള്ളത്. അങ്ങനെയെങ്കിൽ എനിക്കിത് ഇത് ഒരു പോസിബിലിറ്റിയാണ് അല്ലേ? ഓക്കെ, എയിൽ നിന്നും അല്ലെങ്കിൽ എ ബിയിൽ നിന്നും ബി സിയിലേക്ക് ഇതൊരു പോസിബിലിറ്റിയാണ്. അല്ലെങ്കിൽ എനിക്ക് എന്താ പോസിബിലിറ്റി? ഇത് ഒരു പോസിബിലിറ്റിയാണ്. രണ്ട് ആംഗിളുണ്ട്. ഓക്കെ, ഈ രണ്ട് ആംഗിളിൽ ഏത് വേണമെങ്കിലും എനിക്ക് കണ്ടുപിടിക്കാം അല്ലേ? ശരി, ഈ രണ്ട് ആംഗിളുകളുണ്ട്. ഇതിൽ ഏത് വേണമെങ്കിലും എനിക്ക് എന്ത് ചെയ്യാം? കണ്ടുപിടിക്കാൻ സാധിക്കും. നമ്മുടെ എവിടെ നിന്ന്? ബിയറിങ് വെച്ചുകൊണ്ട്. ഓക്കെ, ആ ഒരു കൺസെപ്റ്റ്, അതിൽ എങ്ങനെയൊക്കെ നമുക്ക് ഈ രണ്ട് ആംഗിളുകൾ കണ്ടുപിടിക്കാം, ഈ രണ്ട് ആംഗിളിൻ്റെ പേരെന്താണ്? ഇതൊക്കെയാണ് നമ്മൾ ഇനിയിപ്പോൾ നോക്കാൻ പോകുന്നത്. ശരി, സർവേയിങ്ങിൽ ഇൻക്ലൂഡഡ് ആംഗിൾ എന്ന് പറഞ്ഞാൽ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ഇറ്റ് ഈസ് ദി ആംഗിൾ മെഷേർഡ് ഇൻ clockwise direction from preceding line to following line. ഇങ്ങനെയാണ് എന്ത്? ഇൻക്ലൂഡഡ് ആംഗിളിനെ നമ്മൾ എന്ത് ചെയ്യുന്നത്? ഡിഫൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. കാരണം എന്താ? നമുക്ക് രണ്ട് രീതിയിൽ വേണമെങ്കിലും എടുക്കാം അല്ലേ? ഈ രണ്ട് രീതിയിൽ വേണമെങ്കിലും എടുക്കാം. അപ്പോൾ ഏതാണ് ഇൻക്ലൂഡഡ് ആംഗിൾ എന്ന് ഞാൻ ക്ലിയർ ആയിട്ട് ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കണം. എങ്ങനെയാണ് ഞാൻ ഡിഫൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത്? ഇൻക്ലൂഡഡ് ആംഗിൾ ഇസ് ദി ആംഗിൾ മെഷേർഡ് ഇൻ ക്ലോക്ക് ഡയറക്ഷൻ ഫ്രം പ്രിസീഡിംഗ് ലൈൻ ടു ഫോളോയിങ് ലൈൻ. എ ബി സി. ശരി, ക്ലോക്ക് വൈസ് ആണ് ആംഗിൾ മെഷർ ചെയ്യാനുള്ളതെന്നറിയാം. ക്ലോക്ക് റൊട്ടേറ്റ് ചെയ്യും പോലെ പ്രിസീഡിംഗ് ലൈനിൽ നിന്ന് ഫോളോയിങ് ലൈനിലേക്ക്. എൻ്റെ ചോദ്യം, എ ബി ആണോ ആദ്യത്തെ വര, ബി സി ആണോ ആദ്യത്തെ വര? അല്ലെങ്കിൽ എ ബി ആണോ ആദ്യത്തെ വര, സി ബി ആണോ ആദ്യത്തെ വര? മനസ്സിലായല്ലോ? ചോദ്യം മനസ്സിലായല്ലോ? എ ബി ആണോ ആദ്യത്തെ വര ഓർ സി ബി ആണോ ആദ്യത്തെ വര? ഇവിടെ അതുപോലെ എ ബി ആണോ ആദ്യത്തെ വര, സി ബി ആണോ ആദ്യത്തെ വര? ഇതാണ് എൻ്റെ ചോദ്യം. ഇതെങ്ങനെ കണ്ടുപിടിക്കും? ഇത് കണ്ടുപിടിക്കാൻ ഒരു മാർഗവും നമ്മുടെ കയ്യിലില്ല. ഇത് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ട്രാവേഴ്സിൻ്റെ ഡയറക്ഷൻ നോക്കണം. ഞാൻ പറയുന്നു, ട്രാവേഴ്സ് അല്ലെങ്കിൽ ഈ പ്ലോട്ട് എന്ന് പറയുന്നത് എ ബി സി അങ്ങോട്ട് പോയിന്റുകളുണ്ടെങ്കിൽ ഡി ഇ എന്ന് പറഞ്ഞു പോകുന്ന ട്രാവേഴ്സാണ്. ഞാൻ പറയുന്നു, ഈ ട്രാവേഴ്സ്
ABCDE എന്ന് പറയുന്ന ഒരു ട്രാവേഴ്സ് ആണെന്ന് ഞാൻ പറയുന്നു. അതുപോലെ ഈ ട്രാവേഴ്സിനെ ഞാൻ പറയുന്നത് CBAക്ക് അപ്പുറം ഏതോ ഒരു പോയിന്റ് സ്റ്റേഷൻ ഉണ്ടെന്ന് നമുക്ക് വിചാരിക്കാം. ഓക്കെ, ഇതാണ് ഈ ട്രാവേഴ്സിന്റെ പേര്. എന്ത്? CBAZY. ഈ ട്രാവേഴ്സിന്റെ പേര് എന്താ? ABCD. ഇനി ഇതാ നോക്കിയേ, ഏതാണ് ആദ്യത്തെ വര? AB കഴിഞ്ഞതിന് ശേഷമാണ് BC വരുന്നത്. സോ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ലൈൻ അഥവാ പ്രിസീഡിങ് ലൈൻ. പ്രീ എന്ന് പറഞ്ഞാൽ എന്താ? മുമ്പേ പ്രിസീഡിങ് ലൈൻ. പ്രിസീഡിങ് മുൻപേ, പ്രീ ഡിഗ്രി എന്നൊക്കെ പറയുന്ന പോലെ പ്രിസീഡിങ് മുമ്പേ ഉള്ള ലൈൻ. ഓക്കെ, സോ ഇതെന്താണ്? രണ്ടാമത്തെ വര നമ്മുടെ ഫോളോയിങ് ലൈൻ. ഓക്കെ, ഇവിടെ നോക്കാം. പ്രിസീഡിങ് ലൈൻ ആദ്യത്തെ വര ഏതാ? CB. ഓക്കെ, സോ ഇതാണ് എന്ത്? എൻ്റെ ഫസ്റ്റ് വര, പ്രിസീഡിങ് ലൈൻ. ഓക്കെ, BA ആണെന്ത്? BA ആണ് എൻ്റെ രണ്ടാമത്തെ വര, ഫോളോയിങ് ലൈൻ. ഓക്കെ, മനസ്സിലായല്ലോ? പ്രിസീഡിങ് എന്താണ്, ഫോളോയിങ് ലൈൻ എന്താണെന്ന് മനസ്സിലായി. ശരി, ഇനി നമുക്ക് വീണ്ടും ഈ പടം ഒന്നുകൂടെ വരയ്ക്കാം. ABC. നോക്കിയേ, ഇത് ഏതാ ഡയറക്ഷൻ? ഇത് ഇങ്ങനെയാണ് എൻ്റെ ട്രാവേഴ്സ് പോകുന്ന ഡയറക്ഷൻ. ഇങ്ങനെയാണ്. എൻ്റെ ട്രാവേഴ്സ് ഇവിടെ വരുന്ന ഡയറക്ഷൻ എങ്ങനെ? ഇതാ ഇങ്ങനെ. ശരി, ഇനി ഇവിടെ ഇൻക്ലൂഡഡ് പറഞ്ഞ നമ്മുടെ ഡെഫിനിഷൻ പ്രകാരം എന്താ? ഇറ്റ് ഈസ് ദി ആംഗിൾ മെഷേർഡ് ഇൻ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ഫ്രം ഫസ്റ്റ് ലൈൻ ഇൻടു നെക്സ്റ്റ് ലൈൻ. ഫസ്റ്റ് ലൈൻ ഏതാണ്? AB ആണ്. AB തൊട്ട് ഞാൻ എവിടേക്ക് പോകണം? BCയിലേക്കാണ് പോകാനുള്ളത്. ഏത് ഡയറക്ഷൻ? ഇങ്ങനെ പോയാൽ ഇതെന്താണ്? ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. ഞാൻ തിരിച്ചാണ് വരുന്നതെങ്കിലോ ഇതെന്താണ്? ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആയി പോകും. നമ്മുടെ ഡെഫിനിഷൻ വൈസ് കറക്റ്റ് അല്ല. സോ ഇതാണ് എൻ്റെ ഇൻക്ലൂഡഡ് ആംഗിൾ. എന്ത്? ഇൻക്ലൂഡഡ് ആംഗിൾ എന്ന് പറയുന്നത് ഈ ആംഗിൾ ആണ്. മനസ്സിലായല്ലോ? ഇനി നമുക്ക് ഇവിടെ നോക്കാം. എന്താണ് ഇവിടെ ഡെഫിനിഷൻ? സെയിം തന്നെയാണ്. ഇറ്റ് ഈസ് ദി ആംഗിൾ മെഷേർഡ് ഇൻ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ഫ്രം പ്രിസീഡിംഗ് ലൈൻ ടു ഫോളോയിങ് ലൈൻ. ഇറ്റ് ഈസ് ദി ആംഗിൾ മെഷേർഡ് ഫ്രം പ്രിസീഡിംഗ്, ആദ്യത്തെ വരയിൽ നിന്നും രണ്ടാമത്തെ വരയിലേക്ക് ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. ഇതല്ലേ ക്ലോക്കിന്റെ ഡയറക്ഷൻ? ഓക്കെ, എനിക്ക് തിരിച്ചു വരയ്ക്കാൻ പറ്റും? ആന്റി ക്ലോക്ക് വൈസ് ആയി പോകും, അത് തെറ്റായി പോകും. ഓക്കെ, സോ ഇതാണ് എന്തിൻ്റെ ഇൻക്ലൂഡഡ് ആംഗിൾ എന്ന് പറയുന്ന കൺസെപ്റ്റ്. ഓക്കെ, ഇറ്റ് ഈസ് ദി ആംഗിൾ മെഷേർഡ് ഫ്രം പ്രിസീഡിംഗ് ലൈൻ ടു ഫോളോയിങ് ലൈൻ ഇൻ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. ഓക്കെ, ഇതാണ് എന്ത്? എൻ്റെ ആംഗിൾ എന്ന് പറയുന്നത്. നോക്കിയേ, ഞാനിവിടെ ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് എന്ത് ചെയ്യുന്നത്? എൻ്റെ ട്രാവേഴ്സിനെ ഫോളോ ചെയ്യുന്നത്. ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് ട്രാവേഴ്സിനെ ഫോളോ ചെയ്യുന്നത്. മീൻസ് ABC എന്ന് പറയുന്ന ട്രാവേഴ്സ്. ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ ഞാൻ ട്രാവേഴ്സ് ചെയ്താൽ ട്രാവേഴ്സ് ഇൻ ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് ഞാൻ ട്രാവേഴ്സ് ചെയ്യുന്നതെങ്കിൽ എനിക്ക് കിട്ടുന്ന ഇൻക്ലൂഡഡ് ആംഗിൾ എന്ന് പറയുന്നത് എക്സ്റ്റീരിയർ ആംഗിൾ ആണ്. എന്താണ്? എക്സ്റ്റീരിയർ ആംഗിൾ. നോക്കിയേ, ഈ വരകൾക്ക് പുറത്തുള്ള ആംഗിൾ. ഓക്കെ, എക്സ്റ്റീരിയർ ആംഗിൾ ആണ്. ഞാൻ എന്താ ട്രാവേഴ്സ് ചെയ്യുന്നത്? ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണെങ്കിൽ എനിക്ക് കിട്ടുന്ന ഇൻക്ലൂഡഡ് ആംഗിളിനെ പറയുന്ന പേരെന്താണ്? എക്സ്റ്റീരിയർ ആംഗിൾ ആണ്. ഇതാ നോക്കിയേ, ഞാനിവിടെ എൻ്റെ ട്രാവേഴ്സിനെ ഫോളോ ചെയ്യുന്നത് ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ്. എന്താ ഈ ട്രാവേഴ്സിന്റെ പേര്? CBA അല്ലേ? ആന്റി ക്ലോക്ക് വൈസിൽ ഒന്നല്ലേ? CBA. അങ്ങനെയാണെങ്കിൽ എനിക്ക് കിട്ടിയിരിക്കുന്ന ട്രാവേഴ്സ് ഇൻ ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് ഞാൻ ട്രാവേഴ്സ് ചെയ്യുന്നതെങ്കിൽ എനിക്ക് കിട്ടുന്ന ഇൻക്ലൂഡഡ് ആംഗിൾ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇന്റീരിയർ ആംഗിൾ. ഓക്കെ, ഈ ഇന്റീരിയർ ആംഗിളിനെയും എക്സ്റ്റീരിയർ ആംഗിളിനെയും കൂടി കളക്റ്റീവായിട്ട് പറയുന്ന പേരെന്താണ്? ഇൻക്ലൂഡഡ് ആംഗിൾ. എപ്പോഴെങ്കിലും നമ്മളെ ചോദ്യത്തിൽ പറയുന്നു ഇന്നെ ക്ലോക്ക് വൈസ്ഡ് ട്രാവേഴ്സ് എന്ന് പറഞ്ഞ് നമ്മൾ ആംഗിൾ കണ്ടുപിടിച്ചാൽ കിട്ടുന്നത് എന്തായിരിക്കും? നമുക്ക് കിട്ടുന്നത് എക്സ്റ്റീരിയർ ആംഗിൾ ആയിരിക്കും. ഓക്കെ, അല്ലെങ്കിൽ വേറൊരു രീതിയിൽ പറയുന്നു The interior angles are given in the question. അങ്ങനെയാണെങ്കിൽ ഞാൻ ആ ട്രാവേഴ്സിനെ നോക്കാനുള്ള ഏത് ഡയറക്ഷനിലാണ്? ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനാണ്. അത് നമുക്ക്
പ്രോബ്ലം ചെയ്യുമ്പോഴത്തേക്ക് കറക്റ്റ് മനസ്സിലാവത്തുള്ളൂ. ഓക്കെ, കറക്റ്റ് മനസ്സിലാവത്തുള്ളൂ. ശരി, ഇനി ഇതാണ് നമ്മുടെ ഡെഫിനിഷൻ എന്നൊക്കെ അറിയാം. ഇനി നമുക്ക് 1-2 കാര്യങ്ങൾ ഈ ബിയറിംഗ് തന്നാൽ എങ്ങനെ ആംഗിൾ കണ്ടുപിടിക്കാമെന്നൊക്കെ ചെറുതായിട്ടൊന്ന് നോക്കാം. ഓക്കെ, ചെറിയ രീതിക്ക് അതൊന്ന് നോക്കാം. ശരി, എനിക്കൊരു ലൈനുണ്ട്, എ ബി എന്ന് പറയുന്ന ലൈനുണ്ട്. ഓക്കെ, എ ബി എന്ന് പറയുന്നൊരു ലൈനുണ്ട്. രണ്ടാമത് എനിക്ക് വേറൊരു ലൈനും കൂടിയുണ്ട്, എ സി എന്ന് പറയുന്ന ലൈനുണ്ട്. എ ബിയുടെ ബിയറിംഗ് തന്നിട്ടുണ്ട്, ബിയറിംഗ് തന്നിട്ടുണ്ട്. നോക്കിയേ, ഞാൻ പറയുന്നത് എ ബിയുടെ ബിയറിംഗ് ഒരു 20 ഡിഗ്രിയാണ്. എ സിയുടെ ബിയറിംഗ് തന്നിട്ടുണ്ട് എത്ര? ഒരു 50 ഡിഗ്രിയാണെന്ന് തന്നിട്ടുണ്ട്. ഞാൻ നിങ്ങളുടെ അടുത്ത് ചോദിക്കുന്നു, വാട്ട് ഈസ് ദി ഇൻക്ലൂഡഡ് ആംഗിൾ? ഇൻക്ലൂഡഡ് ആംഗിൾ എ. ഇൻക്ലൂഡഡ് ആംഗിൾ എ എന്ന് പറയുന്നത് ഏതാണ്? ഇതല്ലേ നമ്മുടെ ഇൻക്ലൂഡഡ് ആംഗിൾ എ എന്ന് പറയുന്നത്. ഓക്കെ, ഇതെങ്ങനെ കണ്ടുപിടിക്കാം നമുക്ക്? ഇതിനൊക്കെ ഇക്വേഷൻ ഉണ്ട്, നമ്മൾ അതൊന്നും നോക്കുന്നില്ല. ഇതെങ്ങനെ കണ്ടുപിടിക്കുക? നോക്കി, ഇതൊട്ട് ഇതുവരെ എത്ര ഉണ്ട്? ഇതൊട്ട് ഇതുവരെ 50 ഉണ്ടല്ലേ, ഇതൊട്ട് ഇതുവരെ 20 ഉണ്ട്. സോ ഇൻക്ലൂഡഡ് ആംഗിൾ എ, അതായത് ബി എ സി, ആംഗിൾ ബി എ സി, ആംഗിൾ ബി എ സി എന്ന് പറയുന്നത് എത്രയായിരിക്കുമടാ? മൊത്തത്തിലുള്ള 50-ൽ നിന്ന് 20 കുറച്ചാൽ പോരെ? 50 - 20 വിച്ച് ഈസ് ഈക്വൽ ടു 30 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, ഇങ്ങനെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? 2 ബിയറിങ്ങുകൾ തന്നിരുന്നാൽ, ശ്രദ്ധിച്ചോ, നമ്മുടെ പോയിന്റിൽ എത്തിക്കഴിഞ്ഞു നമ്മൾ, ബിയറിങ് തന്നിരുന്നാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇൻക്ലൂഡഡ് ആംഗിൾ കണ്ടുപിടിക്കാൻ പറ്റും. നോക്കിയേ, വീണ്ടും അതേ ക്വസ്റ്റ്യൻ തന്നെ. ആദ്യത്തെ ഒരു എ ബി എന്ന് പറയുന്ന ഒരു ലൈൻ ഉണ്ട്. അതിൻ്റെ ആംഗിൾ എത്രയെന്ന് തന്നിട്ടുണ്ട്? അതിൻ്റെ ആംഗിൾ 10 ഡിഗ്രി എന്ന് തന്നിട്ടുണ്ട്. നോക്കി, എനിക്ക് വേറൊരു ലൈൻ ഉണ്ട്, സി എന്ന് പറയുന്നത്. അതിൻ്റെ ആംഗിൾ മീൻസ് അതിൻ്റെ ബിയറിംഗ് എത്രയെന്ന് പറഞ്ഞിട്ടുണ്ട്? 90-നേക്കാൾ വലിയൊരു സംഖ്യ അല്ലേ, ഇവിടെ അല്ലേ നമുക്ക് 90 വരുന്നത്. 90-യേക്കാൾ വലിയൊരു സംഖ്യ ഏത് കൊടുക്കാം? നമുക്ക് 120 ഡിഗ്രി എന്ന് കൊടുക്കാം. 120 ഡിഗ്രി. എൻ്റെ ക്വസ്റ്റ്യൻ ഇതാണ്, വാട്ട് ഈസ് ദി ആംഗിൾ ബി എ സി? ആംഗിൾ ബി എ സി വളരെ എളുപ്പം. നോക്കിക്കോ, ആംഗിൾ ബി എ സി. എങ്ങനെ നമ്മൾ കണ്ടുപിടിക്കുക? നോക്കിയേ, ഇവിടെ തൊട്ട് ഈ നോർത്ത് തൊട്ട് ഈ എ സി എന്ന് പറയുന്ന ലൈൻ വരെയുള്ള ആംഗിൾ എത്ര? 120. നോർത്ത് തൊട്ട് എ ബി വരെയുള്ള എത്രയാണ്? 10. സോ ഇതിൻ്റെ ഇടയിൽ എത്ര വരും? മൊത്തത്തിൽ 120 ഉണ്ട്, ഇവിടെ ഒരു 10 കുറയ്ക്കുക. സോ 120 - 10 വിച്ച് ഈസ് ഈക്വൽ ടു 110 ഡിഗ്രി അല്ലേ? ശരി, നെക്സ്റ്റ് നമുക്ക് നോക്കാം. എൻ്റെ ഫസ്റ്റ് ആംഗിൾ എവിടാ? ഇവിടെ തന്നെയാ, 10 ഡിഗ്രി എ ബി. നോക്കിയേ, നെക്സ്റ്റ് ആംഗിൾ എവിടെ കിടക്കുന്നത്, അല്ലെങ്കിൽ നെക്സ്റ്റ് സർവേ ലൈൻ എവിടെ കിടക്കുന്നത്? ഇവിടെ. ഇതെന്ന് പറയുന്നത് എത്ര? 180-യേക്കാൾ കൂടിയൊരു വാല്യൂ. ഞാനിപ്പോൾ എത്ര കൊടുക്കുന്നു? 200 ഡിഗ്രി എന്ന് കൊടുക്കുന്നു. 200 ഡിഗ്രി എന്ന് കൊടുക്കുന്നു. 200 ഡിഗ്രി. എൻ്റെ ക്വസ്റ്റ്യൻ ഇതാണ്, ഈ ആംഗിൾ എങ്ങനെ കണ്ടുപിടിക്കും? ഇതിനിടയിലുള്ള ആംഗിൾ ഇതെങ്ങനെ കണ്ടുപിടിക്കുക? പറഞ്ഞേ. ശരി, നോക്കിക്കോ, ഈ ആംഗിളാണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. ഇതെത്ര? 10 ഡിഗ്രി അല്ലേ? 10 ഡിഗ്രി. ശരി, ഇതാണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ള ആംഗിൾ അല്ലേ? ഇത് മൊത്തത്തിൽ എത്ര ഉണ്ട്? 200 ഉണ്ട് അല്ലേ? ഇവിടം തൊട്ട് ഇവിടം വരെ 200 ഉണ്ട്. ഇവിടം തൊട്ട് ഇതുവരെ 10 ഉണ്ട്. സോ ഇത്ര കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ ഞാൻ സിമ്പിളായിട്ട് ആംഗിൾ ബി എ സി എന്ന് പറയുന്നത് എനിക്ക് എന്ത് ചെയ്താൽ മതി? 200-ൽ നിന്നും 10 ഡിഗ്രി കുറച്ചാൽ മതി, 190 ഡിഗ്രി. ഓക്കെ, ഇങ്ങനെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു സ്റ്റേഷനിൽ, ഇതിലെല്ലാത്തിലും ഈ ക്വസ്റ്റ്യൻ്റെ എല്ലാം പ്രത്യേകത എന്താ? 2 സർവേ ലൈനിൻ്റെയും എ ബിയുടെയും എ സിൻ്റെയും ബിയറിംഗ് ഞാൻ കണ്ടുപിടിച്ചത് ഒരു കോമൺ സ്റ്റേഷനിൽ വെച്ചിട്ടാണ് അല്ലേ? എ എന്ന് പറയുന്ന സ്റ്റേഷനിലാണ് ഞാൻ എന്ത് ചെയ്യുന്നത്? 2 ലൈനിൻ്റെയും ബിയറിംഗ് നിങ്ങൾക്ക് തരുന്നത്. എന്നിട്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് എ എന്ന് പറയുന്ന ആംഗിൾ കണ്ടുപിടിക്കാൻ പറഞ്ഞത്. ഓക്കെ, ഇനിതാ സാധാരണ രീതിയിൽ നടന്നു വരുന്ന കാര്യം എങ്ങനെയാ? നോക്കി, എനിക്കൊരു സർവേ ലൈൻ ഉണ്ട്, എ ബി ഓക്കെ, അടുത്ത ലൈൻ ഉണ്ട് സി. ഞാൻ എന്ത് ചെയ്യുന്നു? എയിൽ വെച്ചുകൊണ്ട് എ ബിയുടെ 4 ബിയറിംഗ് കണ്ടുപിടിക്കുന്നു. എ ബിയുടെ 4 ബിയറിംഗ് ഇനി തൊട്ട് നോക്കിയാൽ ഞാൻ എ ബിയുടെ 4 ബിയറിംഗ് എന്ന് പറയില്ല. എ ബിയുടെ ബിയറിംഗ് എന്ന് പറഞ്ഞാൽ അത് എന്താണ്? എ ബിയുടെ 4 ബിയറിംഗ് ആണ്. എ ബിയുടെ ബിയറിംഗ് എന്ന് പറഞ്ഞാൽ എ ബിയുടെ 4 ബിയറിംഗ് ആണ്. അത് എവിടെയാണ് എടുക്കുന്നത്? ഫസ്റ്റ് സ്റ്റേഷനിൽ. ഓക്കെ, എ ബിയുടെ 4 ബിയറിംഗ് നമ്മൾ എവിടെ എടുക്കുന്നത്? ഫസ്റ്റ് സ്റ്റേഷനിൽ. എ ബിയുടെ ബാക്ക് ബിയറിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ എവിടെ എടുക്കണം? സെക്കൻഡ് സ്റ്റേഷനിൽ എടുക്കണം. ഓക്കെ, എ ബിയുടെ ബിയറിംഗ് എന്ന് പറഞ്ഞാൽ 4 ബിയറിംഗ് ഓഫ് എ ബി അറ്റ് എ എന്നാണ് അതിൻ്റെ മീനിങ്. ഓക്കെ, ശരി, ഞാൻ എന്ത് ചെയ്യുന്നു?
എ ബിയുടെ ബിയറിംഗ് എനിക്കറിയാം എത്ര, ഒരു 30 ഡിഗ്രി കൊടുക്കുന്നു. ഓക്കെ, നെക്സ്റ്റ് ബി സിയുടെ ബിയറിങ്ങും എനിക്കറിയാം. ബി സിയുടെ ബിയറിംഗ് എത്ര, ഒരു 90യേക്കാൾ വലിയ വാല്യൂ അല്ലേ, ഒരു 130 ഡിഗ്രി ഞാൻ കൊടുക്കുന്നു. എൻ്റെ ക്വസ്റ്റ്യൻ ഇതാണ്, ഈ ആംഗിൾ ഇന്റീരിയറെന്നോ എക്സ്റ്റീരിയറെന്നോ ഒന്നും ഞാൻ പറയുന്നില്ല, എനിക്കിത് ഈ ആംഗിൾ വേണം, ഈ ആംഗിൾ വേണം. എങ്ങനെ കണ്ടുപിടിക്കുക ഈ ആംഗിളിനെ, ഞാൻ എങ്ങനെ കണ്ടുപിടിക്കുക നോക്കി. നമുക്ക് ഈ തന്നിരിക്കുന്ന സാധനം, ഈ ഒരു ട്രാവേഴ്സിൻ്റെ ലൈനിനെ ജസ്റ്റ് എക്സ്റ്റെൻഡ് ചെയ്ത് നമ്മൾ നേരത്തെ ചെയ്ത അതേ പ്രൊസീജിയർ, ഇതിനെ ഞാനൊന്ന് എക്സ്പാൻഡ് ചെയ്യുന്നു. ഈ ലെങ്ത് എത്ര കിട്ടും എനിക്ക്, എക്സ്പാൻഡ് ചെയ്താൽ എനിക്ക് ഈ ഒരു ആംഗിൾ എത്ര കിട്ടുമോടാ? ഈ ഒരു ആംഗിൾ എന്ന് പറയുന്നത് ഇവിടെ 30 ആണെങ്കിൽ ഇവിടെ എത്ര തന്നെ ആയിരിക്കും, 30 തന്നെ ആയിരിക്കും അല്ലേ, ഇവിടെയും 30 തന്നെ ആയിരിക്കും. സോ ഇത് മൊത്തത്തിൽ എത്ര ഉണ്ട്, 130 ഉണ്ടല്ലേ, 130 ഉണ്ട്, 130 ഉണ്ട്, 130 ഉണ്ട്. ഇവിടെ തൊട്ട് ഇവിടം വരെ 130. ഇത് എത്രയാണ്, 30 ആണെങ്കിൽ ഈ ആംഗിൾ എത്ര കിട്ടും? ഞാൻ ഇപ്പോൾ വരച്ച ആംഗിൾ 100 ഡിഗ്രി സെൽഷ്യസ് എന്ന് 100 ഡിഗ്രി എന്ന് കിട്ടും അല്ലേ, 100 ഡിഗ്രി എന്ന് എനിക്ക് കിട്ടും. ഈ ആംഗിൾ എത്രയാണ്, 100 എന്ന് എനിക്ക് കിട്ടി. നോക്കിയേ, ഈ ഒരു ലൈൻ കൺസിഡർ ചെയ്താൽ ഞാൻ ഇപ്പോൾ വരച്ചിരിക്കുന്ന ഈ ആംഗിൾ എത്രയാണ്, 180 ഡിഗ്രി അല്ലേ. സോ എൻ്റെ ഈ റെഡ് ആയിട്ട് ഞാൻ വരച്ചിരിക്കുന്ന തീറ്റ പ്ലസ് ഈ 100, തീറ്റ പ്ലസ് 100 ചെയ്യുമ്പോഴത്തേക്ക് എനിക്ക് എന്താ കിട്ടണം, 180 കിട്ടണം അല്ലേ. തീറ്റ പ്ലസ് 100 ചെയ്യുമ്പോഴത്തേക്ക് എനിക്ക് എത്ര കിട്ടാനുള്ളത്, 180 ഡിഗ്രിയാണ് കിട്ടാനുള്ളത്. സോ ഇവിടെ നിന്ന് എനിക്ക് തീറ്റ എന്ത് കിട്ടി, തീറ്റ ഈസ് ഈക്വൽ ടു 180 മൈനസ് 100 വിച്ച് ഈസ് ഈക്വൽ ടു 80 ഡിഗ്രി എന്ന് കണ്ടുപിടിച്ചു. ഓക്കെ, ഇവിടെ നമ്മളൊന്നും ചെയ്തില്ല, തന്നിരിക്കുന്ന മാത്തമാറ്റിക്കൽ റിലേഷൻസ് മാത്രം വെച്ചിട്ടാണ് കണ്ടുപിടിച്ചിരിക്കുന്നത്. ഓക്കെ, ഞാനിനി ചോദിച്ചത് ഈ ഒരു ആംഗിളാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് ചോദിച്ചിരുന്നെങ്കിലോ, ഈ ഒരു ആംഗിൾ നേരത്തെ നമ്മൾ ഇവിടത്തെ ഇൻക്ലൂഡഡ് ആംഗിളാണ് ചോദിച്ചത്. ഈ ഒരു ആംഗിളാണ് ചോദിച്ചിരുന്നെങ്കിലോ എന്ത് ചെയ്താൽ മതി, ഈ റെഡ് തീറ്റ കണ്ടുപിടിച്ചിട്ടുണ്ടല്ലേ, ഈ തീറ്റ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. എത്രയാണെന്ന് കണ്ടുപിടിച്ചു, 80 ഡിഗ്രി ആണെന്ന് കണ്ടുപിടിച്ചല്ലേ. ഞാനിപ്പോൾ വരച്ചിരിക്കുന്ന ആ ഗ്രീൻ ലൈനിനെ ഞാൻ എന്ത് ചെയ്യുന്നു, ആൽഫ എന്നെങ്ങാണ് പേര് കൊടുക്കുന്നു. ആൽഫ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി, ആൽഫ ഈസ് ഈക്വൽ ടു, നോക്കിയേ ഈ റെഡിൻ്റെ ബാക്കിയല്ലേ ആൽഫ. സോ ഇവ രണ്ടും കൂടെ കൂട്ടുമ്പോൾ എനിക്ക് എത്ര കിട്ടണം, 360 ഡിഗ്രി കിട്ടണം അല്ലേ. സോ തീറ്റ പ്ലസ് ആൽഫ ചെയ്യുമ്പോഴത്തേക്ക് എനിക്ക് എത്ര കിട്ടണം, 360 ഡിഗ്രി കിട്ടണം. 360 ഡിഗ്രി തീറ്റ ഞാൻ എത്രയെന്ന് കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്, 80 ഡിഗ്രി എന്ന് ഞാൻ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. എനിക്ക് ആൽഫ ആണ് കണ്ടുപിടിക്കാനുള്ളത്. സോ 360. ഇതിൽ നിന്ന് എനിക്ക് എന്ത് കണ്ടുപിടിക്കാം, ആൽഫ ഈസ് ഈക്വൽ ടു 360 ഡിഗ്രി മൈനസ് 80 ഡിഗ്രി. ഓക്കെ, എത്ര കിട്ടുന്നു, 280 ഡിഗ്രിന്ന് ആൻസർ കിട്ടും. ഓക്കെ, ഒന്നുമില്ല, നമ്മൾ എന്ത് ചെയ്തു, ജസ്റ്റ് 2 വരകൾ വരച്ചിട്ട് അവയുടെ ഇടയിലെ ആംഗിളുകൾ കണ്ടുപിടിച്ചു. ഇനി ഒരു ക്വസ്റ്റ്യനും കൂടെ ഇതേ രീതിയിൽ നമുക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, എനിക്ക് സെയിം ക്വസ്റ്റ്യനാണ്. എ ബി എന്ന് പറയുന്ന ഒരു ലൈനുണ്ട്, എ ബി എന്ന് പറയുന്ന ഒരു ലൈനുണ്ട്, ബിയിൽ നിന്ന് എനിക്ക് അടുത്ത ലൈനുണ്ട്, അത് സി എന്ന് പറയുന്ന ബി സി എന്ന് പറയുന്ന ഒരു ലൈനുണ്ട്. എന്നിട്ട് ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നു, എ ബിയുടെ ബിയറിംഗ് തരുന്നു. എ ബിയുടെ ബിയറിംഗ് എത്ര, 90നേക്കാൾ വലിയൊരു വാല്യൂ പറ, നമുക്ക് എത്ര കൊടുക്കാം, ഒരു 150 ഡിഗ്രി എന്ന് കൊടുക്കാം, 150 ഡിഗ്രി. ഓക്കെ, ഇതെത്ര, 90നേക്കാൾ ചെറിയൊരു വാല്യൂ അല്ലേ, എത്ര കൊടുക്കാം നമുക്ക്, ഒരു 60 ഡിഗ്രി എന്ന് കൊടുക്കാം, 60 ഡിഗ്രി എന്ന് കൊടുക്കാം. ഓക്കെ, എൻ്റെ ക്വസ്റ്റ്യൻ ഇതാണ്, ഈ ആംഗിൾ എങ്ങനെ കണ്ടുപിടിക്കും, ഇതാ നോക്കിക്കോ, എങ്ങനെ കണ്ടുപിടിക്കുക. ഇവിടെ എനിക്കറിയാം ഈ ആംഗിൾ, ഈ തന്നിരിക്കുന്ന ആംഗിൾ എത്രയാണെന്ന് എനിക്കറിയാം അല്ലേ, 60 ആണെന്ന് എനിക്കറിയാം. എനിക്കിനി എന്തുകൂടെ കണ്ടുപിടിച്ചാൽ മതി, ഈ ഒരു കുഞ്ഞാംഗിളും കൂടി കണ്ടുപിടിച്ചാൽ മതി. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്താൽ മതി, എനിക്ക് 60ൻ്റെ കൂട്ടത്തിൽ അത് കൂട്ടിയാൽ പോരെ. എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റുക, ഈ ലൈനിനെ ഞാൻ എന്ത് ചെയ്യുന്നു, പ്രോലോങ് ചെയ്യുന്നു അല്ലേ, നീട്ടി വരയ്ക്കുമ്പോഴത്തേക്ക് എനിക്ക് ഇത് 150 ഡിഗ്രി ആണെങ്കിൽ ഈ ആംഗിൾ എത്ര കിട്ടും, 150 ഡിഗ്രി എന്ന് കിട്ടും അല്ലേ, 150 ഡിഗ്രി എന്ന് തന്നെ എനിക്ക് കിട്ടും. നോക്കിയേ, ഇത് മൊത്തത്തിൽ എത്ര, ഇത് മൊത്തത്തിൽ എത്ര, 180 ഡിഗ്രിയാണ്, 180 ഡിഗ്രിയാണ്. എനിക്ക് വേണ്ടതാരാണ്, ഇതാണ് എനിക്ക് വേണ്ടതാരാണ്, ഇതാണ്. ഇത് മൊത്തത്തിൽ എത്രയുണ്ട്, 150 ഡിഗ്രി ഉണ്ട്, 150 ഡിഗ്രി ഉണ്ട്. ഈ ടോട്ടൽ എത്രയുണ്ട്, 180 ഡിഗ്രി ഉണ്ട്, 180 ഡിഗ്രി. സോ ഞാൻ ഈ കുഞ്ഞാംഗിളിന് ഞാൻ തീറ്റ എന്ന് കൊടുക്കുകയാണെങ്കിൽ എന്ത് ചെയ്താൽ മതി, ഈ 150നോടൊപ്പം ഈ തീറ്റ കൂട്ടുകയാണെങ്കിൽ എനിക്ക് എന്ത് കിട്ടും, ആ ഒരു സ്ട്രൈറ്റ് ലൈൻ കിട്ടണം അല്ലേ. 150 പ്ലസ് തീറ്റ ചെയ്യുമ്പോഴത്തേക്ക് എനിക്ക് എത്ര കിട്ടും, 180 ഡിഗ്രി കിട്ടണം അല്ലേ. സോ തീറ്റ ഈസ് ഈക്വൽ ടു 180 മൈനസ് 150 അല്ലേ. എത്ര ആൻസർ,
30 എന്ന് കിട്ടും. തീറ്റ ആ കുഞ്ഞാങ്കിൾ എനിക്ക് കിട്ടിക്കഴിഞ്ഞു. എത്രയാണെന്ന് കിട്ടി? ഇത് 30 ആണെന്ന് കിട്ടി. 30 എന്ന് കിട്ടി. നോക്കി, എനിക്ക് വേണ്ടത് ഏതായിരുന്നു? ഈ റെഡ് ആംഗിളാണ് അല്ലേ? ഈ റെഡ് ആംഗിളാണ് എനിക്ക് വേണ്ടത്. ഇതോട്ട് ഇതുവരെ എത്ര ഉണ്ടെന്നറിയാം? 60 ഉണ്ടെന്നറിയാം. ഇതോട്ട് എത്ര ഉണ്ടെന്ന് ഇപ്പോൾ കണ്ടുപിടിച്ചു? 30 ഉണ്ടെന്ന് കണ്ടുപിടിച്ചു. സോ ഈ ആംഗിൾ എത്രയുണ്ട്? 60 + 30 വിച്ച് ഈസ് ഈക്വൽ ടു 90 എന്ന് കണ്ടുപിടിച്ചു. ഓക്കെ, ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നില്ല? ഇക്വേഷൻസ് ഒന്നും കാണാതെ പഠിക്കുന്നില്ല. ജസ്റ്റ് പടം വരച്ചിട്ട് ഇത് കണ്ടുപിടിക്കാൻ പഠിച്ചു. ഇനി എന്താണ് ഇതിൽ വരുന്ന ക്വസ്റ്റ്യൻ? അത് നമുക്ക് ചെയ്തു നോക്കാം. നോക്കിയേ, ഫൈൻഡ് ദി ഇന്റീരിയർ ആംഗിൾ. നമുക്ക് എന്ത് ചെയ്യണം? ഇന്റീരിയർ ആംഗിൾ കണ്ടുപിടിക്കണം. ഇതെല്ലാം തന്നിട്ടുണ്ട്. ഇന്റീരിയർ ആംഗിൾ കണ്ടുപിടിക്കുക. AB എന്ന് പറയുന്ന ലൈനുണ്ട്, BC എന്ന് പറയുന്ന ഒരു ലൈനുണ്ട്, CD എന്ന് പറയുന്നൊരു ലൈനുണ്ട്, DE ഉണ്ട്, EA ഉണ്ട്. ഓക്കെ, ഏതെങ്കിലുമൊക്കെ ഒരു 2-3 നമുക്ക് ക്ലാസ്സിൽ ചെയ്ത് നോക്കാം. ഉദാഹരണത്തിന് ABയുടെ ആംഗിൾ എത്ര? AB എന്ന് പറയുമ്പോൾ 60 ഡിഗ്രി 30 മിനിറ്റ്. എവിടെ നിന്നാണ് തുടങ്ങാനുള്ളത്? ഫസ്റ്റ് ക്വാഡ്രന്റിലാണ് തുടങ്ങാനുള്ളത്. 60 ഡിഗ്രി 30 മിനിറ്റ്. 60 ഡിഗ്രി 30 മിനിറ്റ്. ഓക്കെ, ശരി. അടുത്ത എന്താ പറയുന്നുണ്ട്? ഇത് A ആണ്, ഇത് B ആണ്. ഇതെന്താണ്? B ആണ്. ഓക്കെ, ഇനി എന്താ പറയുക? BC 122 ഡിഗ്രി. 122 ആകുമ്പോഴത്തേക്ക് എങ്ങോട്ട് വരും? ഇതേ ഇവിടേക്ക് വരും അല്ലേ? 122 ഡിഗ്രി. എൻ്റെ അടുത്ത് അവർ പറഞ്ഞിരിക്കുന്നത് ഏതാണ്? ഏത് ആംഗിൾ വേണമെങ്കിലും കണ്ടുപിടിക്കുക. ഞാൻ ആദ്യം എന്ത് ചെയ്യുന്നു? ഈ ഒരു ആംഗിൾ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ ഇൻക്ലൂഡഡ് ആംഗിളിൻ്റെ ഡെഫിനിഷൻ വെച്ചിട്ട് പ്രിസീഡിങ് ലൈനിൽ നിന്ന് പ്രൊസീഡിങ് ലൈൻ, ആദ്യത്തെ ലൈനിൽ നിന്ന് ഫോളോയിങ് ലൈനിലോട്ട് ക്ലോക്ക് വൈസിലുള്ള ആംഗിൾ കണ്ടുപിടിക്കുക. അതെ, ഈ ആംഗിളാണ് നമുക്ക് വേണ്ട ആംഗിളെങ്കിൽ അത് കണ്ടുപിടിക്കുക. അല്ലെങ്കിൽ എന്ത് ചെയ്യുക? തിരിച്ച് സപ്പോസ് എനിക്ക് ഈ ആംഗിളാണ് വേണ്ടത്. വെറുതെ ഒരു കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് എനിക്ക് എന്ത് ചെയ്യണം? ഈ ആംഗിൾ കണ്ടുപിടിക്കണം. രണ്ടും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ആദ്യം നമുക്ക് എന്ത് ചെയ്യാം? ആ പച്ച ആംഗിൾ കണ്ടുപിടിക്കുക അല്ലേ? നോക്കി, ഇതിൻ്റെ പ്രത്യേകത എന്താ? ഈ രണ്ട് ആംഗിളും കൂടെ കൂട്ടുമ്പോഴത്തേക്ക് 360 ഡിഗ്രി കിട്ടണം. ഏതെങ്കിലും ഒരെണ്ണം കണ്ടുപിടിച്ചാൽ 360 എന്ന് കുറച്ച് നമുക്ക് രണ്ടാമത്തെ ആംഗിൾ കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, ശരി. ഞാൻ എന്ത് ചെയ്യുന്നു? തൽക്കാലം ഈ ഉള്ളിലുള്ള ആംഗിൾ കണ്ടുപിടിക്കുന്നു. എങ്ങനെ കണ്ടുപിടിക്കാം നമുക്കിപ്പോൾ? ഇതേ നേരത്തെ ചെയ്ത പോലെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ ലൈനിനെ എക്സ്റ്റെൻഡ് ചെയ്യുന്നു. 60-30 ആണെങ്കിൽ ഈ ആംഗിൾ എത്ര? 60 ഡിഗ്രി 30 മിനിറ്റ് തന്നെ ആയിരിക്കും. ഇത് 120 ഡിഗ്രിയാണ്. എനിക്ക് വേണ്ടത് ഏതാണ്? ഈ ഇൻക്ലൂഡഡ് ആംഗിളാണ് എനിക്ക് വേണ്ടത്. നോക്കിയേ, ഈ ചെറിയ ആംഗിൾ എത്ര കിട്ടുന്നു? ഈ ചെറിയ ആംഗിൾ കിട്ടാൻ എനിക്ക് എന്ത് ചെയ്താൽ മതി? ഈ ഒരു ആംഗിൾ എന്ന് പറയുന്നത് 122 ഡിഗ്രിയാണ്. 122. ഇത് മൊത്തത്തിൽ എന്താണ്? നോർത്ത് തൊട്ട് സൗത്ത് വരെ ഞാൻ കൺസിഡർ ചെയ്യണമെങ്കിൽ അതൊരു സ്ട്രെയിറ്റ് ലൈൻ ആണ് അല്ലേ? അപ്പോൾ മൊത്തത്തിലുള്ള ആംഗിൾ എത്ര വരും? 180 ഡിഗ്രി വരും. സോ എനിക്ക് ഈ ചെറിയ ആംഗിളിന് എത്രയെന്ന് കിട്ടും? 180 മൈനസ് 122. 180 മൈനസ് 122 എത്രയെന്ന് കിട്ടും നമുക്ക്? 58 എന്ന് കിട്ടും അല്ലേ? സോ ഈ ചെറിയ ആംഗിൾ എത്രയാണ്? 58 ആണ്. എനിക്കിനി എത്ര കൂടെ കിട്ടിയാൽ മതി? എനിക്കിനി എത്രയും കൂടെ കിട്ടിയാൽ മതി? ഈ ഒരു ചെറിയൊരു ആംഗിളും കൂടെ കിട്ടിയാൽ പോരെ? കണ്ടുപിടിക്കാം നമുക്ക്. എങ്ങനെയാ കണ്ടുപിടിക്കുക? ഇത് 60 ഡിഗ്രി 30 മിനിറ്റ് ആണ്. ഇത് 60 ഡിഗ്രി 30 മിനിറ്റ് ആണ്. ഇതിൻ്റെ കറക്റ്റ് ഓപ്പോസിറ്റ് കിടക്കുന്ന ആംഗിൾ ഏതാ? നമുക്ക് വേണ്ട ആംഗിൾ ഇതല്ലേ? ഇത് എത്ര? 60 ഡിഗ്രി 30 മിനിറ്റ് ആണ്. ഇത് 60 ഡിഗ്രി 30 മിനിറ്റ് എന്നും കിട്ടി. ഇത് എത്രയെന്ന് നമുക്ക് കിട്ടി? 58 ഡിഗ്രി എന്ന് കിട്ടി. സോ നമുക്ക് ഈ ഇൻക്ലൂഡഡ് ആംഗിളിനെ എനിക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? 60 ഡിഗ്രി 38 മിനിറ്റ് പ്ലസ് 58 ഡിഗ്രി എന്ന് കണ്ടുപിടിക്കാം. ഓക്കെ, ശരി. എത്ര കിട്ടും? 118 ഡിഗ്രി 38 മിനിറ്റ് എന്ന് കിട്ടുന്നു. ഓക്കെ, നമ്മൾ എന്ത് ചെയ്തു? ഒരു ഇന്റീരിയർ ആംഗിൾ അല്ലെങ്കിൽ ഒരു ഇൻക്ലൂഡഡ് ആംഗിളിനെ നമ്മൾ എന്ത് ചെയ്തു? കണ്ടുപിടിച്ചു. ഇനി എനിക്ക് എന്ത് ചെയ്യാം? ഇതിൻ്റെ എക്സ്റ്റീരിയർ ആംഗിൾ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ഇതിൻ്റെ എക്സ്റ്റീരിയർ ആംഗിൾ എങ്ങനെ കണ്ടുപിടിക്കുക? ഇതിൻ്റെ എക്സ്റ്റീരിയർ ആംഗിൾ എന്ന് പറയുന്നത് ഈ ആംഗിൾ. അതെങ്ങനെ കണ്ടുപിടിക്കുക? 360യിൽ നിന്ന് കുറച്ചാൽ പോരെ? എക്സ്റ്റീരിയർ ആംഗിൾ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? 360 മൈനസ് 118 ഡിഗ്രി 38 മിനിറ്റ് കുറയ്ക്കുമ്പോഴത്തേക്ക് എനിക്ക് എന്ത് കിട്ടും? ഇതിൻ്റെ എക്സ്റ്റീരിയർ ആംഗിൾ കിട്ടും. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഓരോ ആംഗിളുകളും എ ബി
സി ഡി. ഇപ്പോൾ നമ്മൾ ഏതാ കണ്ടുപിടിച്ചിരിക്കുന്നത്? നമ്മളിപ്പോൾ കണ്ടുപിടിച്ചിരിക്കുന്നത് ബി എന്ന് പറയുന്ന ആംഗിളാണ്. ഇങ്ങനെ ഓരോ ലൈനുകൾ, ഏതെങ്കിലും 2 ലൈനുകൾ, എനിക്കിപ്പോൾ ഡി കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്യുക? ഞാൻ ഈ 2 സെറ്റ് എടുക്കുക അല്ലേ? ഈ 2 സെറ്റ് ലൈൻ, സി ഡി എന്ന് പറയുന്ന ലൈൻ ഞാൻ ആദ്യം വരയ്ക്കുക 46 ഡിഗ്രി. ഓക്കെ, ഇതാണ് എന്ത് 46 ഡിഗ്രിയിൽ ഞാൻ സി ഡി വരയ്ക്കുന്നു. എനിക്കിനി എന്ത് വരയ്ക്കണം? ഡി ഇ 205 ഡിഗ്രി അല്ലേ? ഇതാ ഇങ്ങോട്ട് വരും 205 ഡിഗ്രി ഡി ഇ. എന്ത് ചെയ്യുക? 2 എണ്ണം എടുക്കുക. നമ്മളെ മാത്തമാറ്റിക്കൽ റിലേഷൻ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ആംഗിൾ കണ്ടുപിടിക്കാൻ പറ്റും. ഇങ്ങനെയാണ് എന്ത് ബിയറിങ്ങുകൾ തന്നിരുന്നാൽ ഇൻക്ലൂഡഡ് ആംഗിൾ കണ്ടുപിടിക്കുന്നത്. ഓക്കെ, ഈ കണ്ടുപിടിക്കുന്ന ആംഗിൾ ഇന്റീരിയർ ആണോ എക്സ്റ്റീരിയർ ആണോ എന്നെല്ലാം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഒരു ഡയഗ്രത്തിൽ ചുമ്മാ നമ്മൾ ആ ഡയഗ്രാം വരച്ചിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. കാരണം എന്താ? നമ്മളിവിടെ ഇന്റീരിയർ എക്സ്റ്റീരിയർ എന്ന് പറയുന്ന ഇക്വേഷൻ എന്ന് യൂസ് ചെയ്തിട്ടല്ല ഇത് കണ്ടുപിടിക്കുന്നത്, ജസ്റ്റ് നമ്മൾ കണ്ടുപിടിക്കുന്നു. ഇപ്പോൾ ഉദാഹരണത്തിന് ഈ കിട്ടിയിരിക്കുന്ന ആംഗിൾ എനിക്ക് ഇത് ഇത്രയും മൊത്തത്തിൽ കിട്ടിയിരിക്കുന്ന എനിക്കൊരു 100 ഡിഗ്രിയാണെന്ന് സങ്കല്പിക്കാം, 100 ഡിഗ്രി. അതുപോലെ ഇതിൻ്റെ പുറത്തുള്ള ആംഗിൾ എല്ലാം കൂടെ എത്ര? ഒരു 260 ഡിഗ്രി ആണെന്ന് നമുക്ക് നോക്കാം. 260 ഡിഗ്രിയാണെന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ നോക്കി, എ ബി സിയിൽ പ്രിസീഡിങ് ലൈനിൽ നിന്ന് ഫോളോയിങ് ലൈനിലോട്ട് പോകാനുള്ള എങ്ങനെയാണ്? ക്ലോക്ക് വൈസ് ഡയറക്ഷൻ അല്ലേ? സോ ഇതിൻ്റെ ഇൻക്ലൂഡഡ് ആംഗിൾ എന്ന് പറയുന്നത് ഏതായിരിക്കും? 260 എന്ന് പറയുന്ന ഈ എക്സ്റ്റീരിയർ ആംഗിൾ ആയിരിക്കും. ഓക്കെ, നമ്മൾ ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ ABC ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ പ്രൊസീഡ് ചെയ്യുകയാണെങ്കിൽ കിട്ടുന്ന ഇൻക്ലൂഡഡ് ആംഗിൾ എന്ന് പറയുന്നത് എന്തായിരിക്കും? എക്സ്റ്റീരിയർ ആംഗിൾ ആയിരിക്കും. അതൊക്കെ നമ്മൾ ഇക്വേഷൻ വെച്ച് ചെയ്യുന്നെങ്കിലാണ് അതൊക്കെ യൂസ് ചെയ്യാനുള്ളത്. ഇവിടെ നമ്മൾ ഇക്വേഷൻ ഒന്നും യൂസ് ചെയ്യുന്നില്ല, ഡയഗ്രാം വരച്ചിട്ടാണ് കണ്ടുപിടിക്കുന്നത്. ഓക്കെ, അവിടെ അപ്പോൾ ഈ ഒരു കൺസെപ്റ്റ് മനസ്സിലാക്കി വെച്ചിരിക്കുക. ശരി, നെക്സ്റ്റ് നമുക്ക് നോക്കാം. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് നേരെ റിവേഴ്സ്. ഇവിടെ ഇപ്പം എന്താ നമ്മൾ ചെയ്തേ? നമുക്ക് ബിയറിംഗ് കണ്ടുപിടിച്ചു അല്ലേ? കോമ്പസ് വെച്ചിട്ട് നമ്മൾ ബിയറിംഗ് കണ്ടുപിടിച്ചു. അതിൽ നിന്ന് നമ്മൾ എന്ത് കാൽക്കുലേറ്റ് ചെയ്തെടുത്തു? നമ്മൾ അതിൽ നിന്നും ആംഗിൾ കാൽക്കുലേറ്റ് ചെയ്തെടുത്തു. ആംഗിൾ കാൽക്കുലേറ്റ് ചെയ്തെടുത്തു. ഇതാണ് നമ്മൾ ഇവിടെ ചെയ്തത്. ഇനി നേരെ തിരിച്ചിട്ടാണ്. എന്താ? നമുക്ക് എന്ത് തരും? ആംഗിൾ തരും. നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? ബിയറിംഗ് കണ്ടുപിടിക്കണം. ഉദാഹരണത്തിന് എനിക്കൊരു ട്രാവേഴ്സ് ഉണ്ട്. ഓക്കെ, ഈ ട്രാവേഴ്സിൻ്റെ ആംഗിൾ ഞാൻ തന്നിട്ടുണ്ട്. A = 80 ഡിഗ്രി തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദി ബിയറിംഗ് ഓഫ് AB? അല്ലെങ്കിൽ വാട്ട് ഈസ് ദി ബിയറിംഗ് ഓഫ്, ഇവിടെ നിന്ന് വേറൊരു ലൈൻ ഉണ്ടെന്ന് വെച്ചോ, CD. വാട്ട് ഈസ് ദി ബിയറിംഗ് ഓഫ് BC? ഏതെങ്കിലുമൊക്കെ ആംഗിളുകൾ തന്നിട്ട് ബിയറിംഗ് നമ്മൾ അടുത്ത് ചോദിക്കും. ഓക്കെ, ഇത് കാൽക്കുലേഷൻ പർപ്പസിനാണ്. നമുക്ക് റിയൽ ആയിട്ട് എങ്ങനെ നമ്മൾ ബിയറിംഗ് കണ്ടുപിടിച്ചിട്ട് അതിനെ എന്തിലോട്ട് കൺവെർട്ട് ചെയ്യണം? ആംഗിളിലോട്ട് നമ്മൾ കൺവെർട്ട് ചെയ്യുകയാണ് ചെയ്യാറുള്ളത്. ഇവിടെ നമ്മൾ കാൽക്കുലേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു? നമുക്ക് ആംഗിളുകൾ തരും. അതിൽ നിന്ന് ബിയറിംഗ് കണ്ടുപിടിക്കണം. ഓക്കെ, ആംഗിൾ തന്നിട്ട് ബിയറിംഗ് കണ്ടുപിടിക്കണം. ഓക്കെ, ബിയറിംഗ് ഫ്രം ആംഗിൾസ്. ഈ ടൈപ്പ് ക്വസ്റ്റ്യനിൽ നമ്മൾ ഇക്വേഷൻ ഫോളോ ചെയ്യണം. നമുക്ക് ഇക്വേഷൻ ഫോളോ ചെയ്യണം. ഓക്കെ, കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ തരുന്നതെല്ലാം ക്ലോസ്ഡ് ട്രാവേഴ്സ് ആയിരിക്കും. മിക്കവാറും നമുക്ക് കിട്ടുന്നതെല്ലാം എന്താണ്? ക്ലോസ്ഡ് ട്രാവേഴ്സ് ആണ്. ഓക്കെ, ക്ലോസ്ഡ് ട്രാവേഴ്സ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ ആ പടം വരച്ച് വരുമ്പോഴത്തേക്ക് ചിലപ്പോൾ ഇത് നമുക്ക് തന്നിരിക്കുന്ന വാല്യൂസ് വെച്ചിട്ട് തിരിച്ച് ക്ലോസ് ആവാൻ ഒരു ബുദ്ധിമുട്ടുണ്ടാകാം. നമുക്ക് ആ ഒരു എക്സാമിൻ്റെ ടൈമിലിരുന്ന് വരയ്ക്കുമ്പോഴത്തേക്ക് തിരിച്ച് ക്ലോസ് ആവാനായിട്ടൊരു ബുദ്ധിമുട്ടുണ്ടാവാം. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക? ഈ ഒരു ബിയറിംഗ് ഫ്രം ആംഗിൾസ് എന്ന് പറയുന്ന ഈ ഒരു കൺസെപ്റ്റിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇക്വേഷൻ യൂസ് ചെയ്യണം. ഓക്കെ, എങ്ങനെയാണ് അത് കണ്ടുപിടിക്കുന്നതെന്ന് ആദ്യം നോക്കാം. ഇക്വേഷനൊക്കെ നമുക്ക് പിന്നെ നോക്കാം. ഓക്കെ, തൽക്കാലം ഇത് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ് നോക്കാം. എനിക്കൊരു ട്രാവേഴ്സ് ഉണ്ട്. AB ABCD. ഓക്കെ, ഇതിൻ്റെ ആംഗിളുകളെല്ലാം ഞാൻ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ഈ ആംഗിൾ എന്ത് ആംഗിളാണ് എന്ന് പറയണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? എൻ്റെ ട്രാവേഴ്സിൻ്റെ പേര് പറയണം. സപ്പോസ് ഞാൻ പറയുന്നു ABCD എന്നുള്ളതാണ് എൻ്റെ ട്രാവേഴ്സ്. അങ്ങനെയാണെങ്കിൽ ഇൻക്ലൂഡഡ് ആംഗിൾ എന്താ? ആദ്യത്തെ നമ്മൾ പോകാനുള്ള ഏതാണ്? AB കഴിഞ്ഞിട്ട് BCയിലേക്ക് പോകണം. AB കഴിഞ്ഞിട്ട് എങ്ങോട്ട് പോകണം? BCയിലേക്ക് പോകണം. എന്നിട്ട് CDയിലേക്ക് പോകണം. എന്നിട്ട് DAയിലേക്ക് പോകണം. ഓക്കെ, ശരി. അപ്പോൾ ഫസ്റ്റ് ലൈൻ എന്ന് പറയുന്നത് ഏതാണ്? AB.
ബി സി. ഈ ലൈൻ കിട്ടണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? പ്രിസീഡിങ് ലൈനിൽ നിന്ന് ഫോളോയിങ് ലൈനിലേക്ക്, പ്രിസീഡിങ് ലൈനിൽ നിന്ന് ഫോളോയിങ് ലൈൻ അല്ലെങ്കിൽ നെക്സ്റ്റ് ലൈനിലേക്ക് ഞാൻ ക്ലോക്ക് വൈസിൽ ഒരു വര വരയ്ക്കണം. സോ ഇതെന്താണ്? ഇൻക്ലൂഡഡ് ആംഗിൾ ആണ്. സോ ഇതെന്ന് പറയുന്നത് ഇന്റീരിയർ ആംഗിളും ആണ്. ഓക്കെ, അടുത്ത നോക്കിയേ, ബി സി സി ഡി. ബി സിയിൽ നിന്നും സി ഡിയിലേക്ക് എനിക്ക് ഇങ്ങനെ വരയ്ക്കാൻ പറ്റുമോ? ഇങ്ങനെയേ വരയ്ക്കാൻ പറ്റൂ. കാരണം എന്താ? ഇത് ക്ലോക്ക് വൈസ് ആംഗിൾ ആണ്. ഓക്കെ, അതുപോലെ പ്രിസീഡിങ് ലൈൻ സി ഡി. സി ഡിയിൽ നിന്ന് എനിക്ക് എങ്ങോട്ട് വരയ്ക്കണം? ഡി ഐയിലേക്ക് വരയ്ക്കണം. ഇങ്ങനെ വരയ്ക്കാൻ പറ്റുമോ? ഇല്ല. കാരണം എന്താ? ഇത് ആന്റി ക്ലോക്ക് വൈസ് ആയി പോകും അല്ലേ? സോ ഞാൻ എന്ത് ചെയ്യുന്നു? ഇങ്ങനെ വരയ്ക്കുന്നു. ഇതെന്താണ്? ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ്. അതുപോലെ ഡി ഐയിൽ നിന്ന് ഞാൻ ഇങ്ങനെ വരയ്ക്കുന്നു. ഇതെന്താണ്? ക്ലോക്ക് വൈസ് ഡയറക്ഷനാണ്. എനിക്ക് എന്ത് കിട്ടുന്നു? ഇന്റീരിയർ ആംഗിൾ കിട്ടുന്നു. ഇനി ഞാൻ ഇതേ ക്വസ്റ്റ്യനിൽ എൻ്റെ ട്രാവേഴ്സിന്റെ പേര് ഞാൻ മാറ്റുന്നു. എ ബി സി ഡി മാറ്റിയിട്ട് എ ഡി സി ബി ആക്കുന്നു. ഓക്കെ, എ ഡി സി ബി. ഞാൻ ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ പോകുന്നു. എ ഡി സി ബി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എൻ്റെ ഇൻക്ലൂഡഡ് ആംഗിളുകൾ ഏതൊക്കെയാണ്? ഇൻക്ലൂഡ് ആംഗിൾ ഏതാ? ആദ്യം ഞാൻ എ ഡി എടുക്കുന്നു. എ ഡി ഫസ്റ്റ് ലൈൻ, ഡി സി സെക്കൻഡ് ലൈൻ. സോ ഫസ്റ്റ് ലൈനിൽ നിന്നും സെക്കൻഡ് ലൈനിലേക്ക് ഞാൻ എന്ത് വരയ്ക്കുന്നു? ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ ആംഗിൾ വരയ്ക്കുന്നു. സോ ഇതാണ് എൻ്റെ ഇൻക്ലൂഡഡ് ആംഗിൾ. അതുപോലെ ഡി സിയിൽ നിന്നും അടുത്ത വരയിലേക്ക് പ്രൊസീഡിങ് അല്ലെങ്കിൽ ഫോളോയിങ് ലൈനിലേക്ക് വരയ്ക്കുന്നു. ഇതാണ് എൻ്റെ എന്ത്? ഇൻക്ലൂഡഡ് ആംഗിൾ. അതുപോലെ പ്രീവിയസ് ലൈനിൽ നിന്ന് നെക്സ്റ്റ് ലൈനിലേക്ക് ഞാൻ ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ വരയ്ക്കുന്നു. ഇവിടെയും അങ്ങനെ ചെയ്യുന്നു. ഇപ്പം കിട്ടിയിരിക്കുന്ന ഞാൻ ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ പ്രൊസീഡ് ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയിരിക്കുന്ന എന്താണ്? എക്സ്റ്റീരിയർ ആംഗിളുകളാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. അതുപോലെ ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ ഞാൻ നേരത്തെ പ്രൊസീഡ് ചെയ്തപ്പോൾ കിട്ടിയ എനിക്ക് ഏതായിരുന്നു? ഇന്റീരിയർ ആംഗിൾ ആണ് എനിക്ക് കിട്ടിയത്. ഇന്റീരിയർ ആംഗിൾ, എക്സ്റ്റീരിയർ ആംഗിൾ. ശരി, ഇനി ആംഗിൾ കണ്ടുപിടിക്കാനുള്ള കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ബിയറിംഗ് ഓഫ് എ ലൈൻ എന്ന് പറയുന്നത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ബിയറിംഗ് ഓഫ് പ്രിസീഡിംഗ് ലൈൻ പ്ലസ് ഇൻക്ലൂഡഡ് ആംഗിൾ, ഇന്റീരിയറുമല്ല എക്സ്റ്റീരിയറുമല്ല, ഇൻക്ലൂഡഡ് ആംഗിൾ പ്ലസ് ഓർ മൈനസ് 180. ഈ പ്ലസ് ഓർ മൈനസ് 180 വലിയ റോളൊന്നുമില്ല. അത് നമുക്ക് നേരത്തെ ഡീൽ ചെയ്യാൻ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, ഈ ഇക്വേഷൻ വെച്ചിട്ടാണ് ഞാൻ എന്ത് ചെയ്യാനുള്ളത്? ബിയറിങ് കണ്ടുപിടിക്കാനുള്ളത്. ഇത് നമ്മൾ എത്ര എക്സ്പ്ലെയിൻ ചെയ്തിട്ട് കാര്യമില്ല. ഇത് നമുക്ക് പ്രോബ്ലം ചെയ്താൽ മാത്രമേ ഇതിൻ്റെ കറക്റ്റ് കൺസെപ്റ്റ് മനസ്സിലാകത്തുള്ളൂ. സോ നമുക്ക് എന്ത് ചെയ്യാം? ഒരു പ്രോബ്ലം നോക്കാം. നോക്കിയേ, ഫോളോയിങ് ഇന്റീരിയർ ആംഗിൾസ് വെയർ മെഷേർഡ്. ദ ബിയറിംഗ് ഓഫ് ലൈൻ എ ബി വാസ് 60 ഡിഗ്രി. ഫൈൻഡ് ബിയറിംഗ് ഓഫ് ഓൾ ലൈൻസ് ഇഫ് ആംഗിൾ എ. എല്ലാ ഇൻക്ലൂഡഡ് ആംഗിളും പറഞ്ഞിട്ടുണ്ട്. ഓക്കെ ആണല്ലോ? എത്ര ഇൻക്ലൂഡഡ് ആംഗിളാണ് പറഞ്ഞിട്ടുള്ളത്? ആംഗിൾ എ ബി സി ഡി. 4 ഇൻക്ലൂഡഡ് ആംഗിൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് എത്ര സ്റ്റേഷൻ കാണും? 4 സ്റ്റേഷൻ കാണും അല്ലേ? ഞാൻ ജസ്റ്റ് പേര് കൊടുക്കുന്നു. എ ബി സി ഡി. ഓക്കെ, സി ഡി. ഓക്കെ ആണല്ലോ? എനിക്കുള്ള ലൈനിന്റെ പേര് അവരെന്താ പറഞ്ഞിരിക്കുന്നത്? ലൈൻ എ ബി. ബി എ എന്നല്ല പറഞ്ഞിരിക്കുന്നത്, ലൈൻ എ ബി. സോ ഞാൻ എന്ത് ചെയ്യുന്നു? ആ ട്രാവേഴ്സിനെ കംപ്ലീറ്റ് ചെയ്യുന്നു. ദ ലൈൻ എ ബി, ബി സി, സി ഡി, ഡി എ. ഞാൻ അതിനെ കംപ്ലീറ്റ് ചെയ്യുന്നു. ശരി, ഇനി എന്തൊക്കെ തന്നിരിക്കുന്നത്? ഇനി തന്നിരിക്കുന്നത് ഇന്റീരിയർ ആംഗിൾസ് ആണ് അല്ലേ? ഇനി തന്നിരിക്കുന്നത് ഇന്റീരിയർ ആംഗിൾസ് ആണ്. ഇന്റീരിയർ ആംഗിൾ, എക്സ്റ്റീരിയർ അല്ല, ഇൻക്ലൂഡഡ് അല്ല, ഇന്റീരിയർ ആംഗിൾസ്. ഇന്റീരിയർ ആംഗിൾ കിട്ടണമെങ്കിൽ ഇന്റീരിയർ ആംഗിൾ കിട്ടാൻ ഞാൻ എൻ്റെ ട്രാവേഴ്സിനെ ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ ഫോളോ ചെയ്യണം. ഇന്റീരിയർ ആംഗിൾ കിട്ടണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ ഫോളോ ചെയ്യണം. അങ്ങനെയാണെങ്കിൽ എൻ്റെ ട്രാവേഴ്സിന്റെ പേരെന്താ? ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ എൻ്റെ ട്രാവേഴ്സിന്റെ പേരെന്താ? എ ഡി സി ബി എ. എ ഡി സി ബി എ. ഞാൻ എന്ത് ചെയ്യണം? ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ ഫോളോ ചെയ്താൽ മാത്രമേ എനിക്ക് എന്ത് കിട്ടത്തുള്ളൂ? ഇന്റീരിയർ ആംഗിളുകൾ കിട്ടത്തുള്ളൂ അല്ലേ? അതാ നോക്കാതെ എങ്ങനെയാ? എ ഡി സി
ഫസ്റ്റ് ലൈൻ എന്ന് പറയുന്നത് ഏതാണ്? AD. സെക്കൻഡ് ലൈൻ ഏതാ? DC. ഫസ്റ്റ് ലൈനിൽ നിന്നും സെക്കൻഡ് ലൈനിലേക്ക് ഞാൻ എന്ത് ചെയ്യണം? ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ എടുക്കണം. കണ്ട ഇന്റീരിയർ ആംഗിൾ കിട്ടി കണ്ടോ? നോക്കിയേ, ഫസ്റ്റ് ലൈൻ ഇത്, സെക്കൻഡ് ലൈൻ ഇത്. ഫസ്റ്റ് ലൈനിൽ നിന്നും സെക്കൻഡ് ലൈനിലേക്ക് ഞാൻ എന്ത് ചെയ്തു? ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ പോയി, ഇന്റീരിയർ ആംഗിൾ കിട്ടി. ഓക്കെ, ഫസ്റ്റ് ലൈൻ ഇത്, സെക്കൻഡ് ലൈൻ ഇത്. ഫസ്റ്റ് ലൈനിൽ നിന്ന് സെക്കൻഡ് ലൈനിലേക്ക് പോയി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ഇന്റീരിയർ. എന്നാൽ മാത്രമേ എനിക്ക് എന്ത് കിട്ടത്തുള്ളൂ? ഇന്റീരിയർ ആംഗിൾ കിട്ടത്തുള്ളൂ. ക്വസ്റ്റ്യനിൽ ഇന്റീരിയർ ആംഗിളുകളാണ് തന്നിരിക്കുന്നത്. സോ ഞാൻ ഈ ട്രാവേഴ്സിനെ ഫോളോ ചെയ്യാനുള്ള എന്താണ്? ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ്. ഓക്കെ, ആ ആംഗിളുകൾ നമുക്കൊന്ന് എടുത്തെഴുതാം. എത്രയൊക്കെ തന്നിരിക്കുന്നത്? 140 10 140 ഡിഗ്രി 10 മിനിറ്റ്. ആംഗിൾ ബി എത്ര? 99 ഡിഗ്രി 8 മിനിറ്റ്. ആംഗിൾ സി എത്ര? 60 ഡിഗ്രി 22 മിനിറ്റ്. ആംഗിൾ ഡി എത്ര? 69 ഡിഗ്രി 20 മിനിറ്റ്. ഓക്കെ, ഇങ്ങനെ ആന്റി ക്ലോക്ക് വൈസിൽ ഫോളോ ചെയ്തുകൊണ്ടാണ് എനിക്ക് എന്ത് കിട്ടിയത്? ഇൻക്ലൂഡഡ് ആംഗിൾ കിട്ടിയത്. ശരി, എന്താ എൻ്റെ ഇക്വേഷൻ? ബിയറിംഗ് ഓഫ് എ ലൈൻ, ബിയറിംഗ് ഓഫ് എ ലൈൻ ഈസ് ഈക്വൽ ടു ബിയറിംഗ് ഓഫ് പ്രിസീഡിങ്, മുന്നേ ഉള്ള പ്രിസീഡിങ് ലൈൻ പ്ലസ് ഇൻക്ലൂഡഡ് ആംഗിൾ, ഇന്റീരിയർ അല്ല, ഇൻക്ലൂഡഡ്, എക്സ്റ്റീരിയർ അല്ല, ഇൻക്ലൂഡഡ്. നോക്കേ, ഞാൻ ആന്റി ക്ലോക്ക് വൈസിലാണ് ഫോളോ ചെയ്യുന്നതെങ്കിൽ എൻ്റെ ഇൻക്ലൂഡഡ് ആംഗിളിന് വരെ ഞാൻ എന്ത് എഴുതി കൊടുക്കണം? ഇന്റീരിയർ ആംഗിൾ എന്ന് എഴുതി കൊടുക്കണം. ഞാൻ ക്ലോക്ക് വൈസ് ആയിട്ടാണ് എൻ്റെ ട്രാവേഴ്സിനെ ഫോളോ ചെയ്യുന്നതെങ്കിൽ ഞാൻ ഈ ഇൻക്ലൂഡഡ് ആംഗിളിന് വരെ എന്ത് എഴുതി കൊടുക്കണം? എക്സ്റ്റീരിയർ ആംഗിൾ എന്ന് എഴുതി കൊടുക്കണം. ഓക്കെ ആണല്ലോ? ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഇൻക്ലൂഡഡ് ആംഗിൾ ആണ്. ഞാനിവിടെ എന്താ ഫോളോ ചെയ്യുന്നത്? എൻ്റെ ട്രാവേഴ്സിനെ ആന്റി ക്ലോക്ക് വൈസിലാണ് ഫോളോ ചെയ്യുന്നത്. സോ ഇവിടുത്തെ ഇൻക്ലൂഡഡ് ആംഗിൾ എന്താണ്? ഇൻക്ലൂഡഡ് ആംഗിൾ എന്ന് പറയുന്നത് ഇന്റീരിയർ ആംഗിൾ ആണ്. ഓക്കെ, ഇന്റീരിയർ ആംഗിൾ. ഓക്കെ, ഇനി എന്തുണ്ട്? ഇക്വേഷനിൽ ബാക്കി ഒരു പ്ലസ് ഓർ മൈനസ് 180 ഉണ്ട്. പ്ലസ് ഓർ മൈനസ് 180 ഡീൽ ചെയ്യാൻ നമുക്കറിയാം. നെഗറ്റീവും വന്നുകൂടാ, 360 മുകളിലും പോയിക്കൂടാ. ഓക്കെ, ആ ഒരു കൺസെപ്റ്റ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഇത് ചെയ്തെടുക്കാം. ഓക്കെ, നോക്കിയേ, ഈ ഇക്വേഷന്റെ പ്രത്യേകത എന്താ? ഒരു ലൈനിന്റെ ബിയറിംഗ് കണ്ടുപിടിക്കണമെങ്കിൽ അതിന് മുമ്പുള്ളത്തെ ഏതെങ്കിലും ഒരു ലൈനിന്റെ ബിയറിംഗ് എനിക്ക് അറിയണം. ഏതെങ്കിലും ഒരു ലൈനിന്റെ ബിയറിംഗ് അറിയാമെങ്കിൽ മാത്രമേ എനിക്ക് തൊട്ടടുത്ത ലൈനിന്റെ ബിയറിംഗ് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ഏതെങ്കിലും ഒരു ലൈൻ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടായിരിക്കും. നോക്കിയേ, ദ ബിയറിംഗ് ഓഫ് ലൈൻ എ ബി തന്നിട്ടുള്ളത് 60 ഡിഗ്രി തന്നിട്ടുണ്ട്. ബിയറിംഗ് ഓഫ് ലൈൻ എ ബി ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് അല്ലേ? ബിയറിംഗ് ഓഫ് എ ബി എന്ന് പറഞ്ഞാൽ എന്താ? ഫോർവേഡ് ബിയറിംഗ് ഓഫ് ലൈൻ എ ബി അറ്റ് സ്റ്റേഷൻ എ. അത്രയും പറയുന്നതിന് പകരമാണ് ബിയറിംഗ് ഓഫ് ലൈൻ എ ബി തന്നിട്ടുണ്ട്. 60 ഡിഗ്രി 0 മിനിറ്റ് 0 സെക്കൻഡ് എന്ന് തന്നിട്ടുണ്ട്. നോക്കി, ശരി, നമ്മളെ ലൈൻ എ ബി നമുക്ക് കണ്ടുപിടിക്കാം. എവിടെ എൻ്റെ ലൈനുകൾ? എൻ്റെ ലൈനുകളുടെ പേര് ഫസ്റ്റ് ലൈൻ AD, സെക്കൻഡ് ലൈൻ DC, തേർഡ് ലൈൻ CB, ഫോർത്ത് ലൈൻ BA. AB എന്ന് പറയുന്ന ലൈൻ എവിടെയും ഇല്ല. AB എന്ന് പറയുന്ന ലൈൻ എനിക്ക് എവിടെയും കാണാനില്ല. പക്ഷേ AB തന്നിരുന്നാൽ എനിക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? BA കണ്ടുപിടിക്കാം. കാരണം എന്താ? എയിലെ ഫോർ ബിയറിംഗ്, എയിലെ ഫോർ ബിയറിംഗ് എന്ന് പറയുന്നത് ബിയിലെ ബാക്ക് ബിയറിംഗ് ആണ്. എയിലെ ഫോർ ബിയറിംഗ് വെച്ചിട്ട് എനിക്ക് എന്ത് കണ്ടുപിടിക്കാം? ബിയിൽ നിന്നുള്ള ബാക്ക് ബിയറിംഗ് കണ്ടുപിടിക്കാം. എയിലെ ഫോർ ബിയറിംഗ് വെച്ചുകൊണ്ട് എനിക്ക് എന്ത് കണ്ടുപിടിക്കാം? ബിയിൽ നിന്നുള്ള ബാക്ക് ബിയറിംഗ് കണ്ടുപിടിക്കാം. ബിയിൽ നിന്ന് എയിലേക്കുള്ള ബാക്ക് ബിയറിംഗ് ആണ്. ബിയിൽ നിന്നും നോക്കി, എനിക്ക് തന്നിരിക്കുന്ന ഏതാണ്? എയിൽ നിന്ന് ബിയിലേക്കുള്ള ഫോർ ബിയറിംഗ് ആണ് തന്നിരിക്കുന്നത്. ഓക്കെ, ഇത് വെച്ചുകൊണ്ട് എനിക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? ബിയിൽ നിന്ന് എയിലേക്കുള്ള ബാക്ക് ബിയറിംഗ് കണ്ടുപിടിക്കാൻ പറ്റും. സപ്പോസ് എൻ്റെ ലൈൻ BA ആണെങ്കിൽ നോക്കിയേ, ഈ ഒരു ബിയറിംഗ് എന്ന് പറയുന്നത് എന്താണ്? BA എന്ന് പറയുന്ന ലൈനിന്റെ ഫോർ ബിയറിംഗ് ആണ്. ഓക്കെ, ചുരുക്കി പറയുകയാണെങ്കിൽ ABയുടെ ബാക്ക് ബിയറിംഗ് ആണ് BAയുടെ ഫോർ ബിയറിംഗ്. ഓക്കെ, ശരി, അപ്പോൾ എനിക്ക് എന്ത് ചെയ്താൽ മതി? ബിയറിംഗ് ഓഫ് BA കണ്ടുപിടിക്കാൻ എനിക്ക് എന്ത് ചെയ്താൽ മതി? ബാക്ക് ബിയറിംഗ് ഓഫ്
എ ബി ചെയ്താൽ മതി. ബാക്ക് ബിയറിംഗ് ഓഫ് എ ബി ചെയ്താൽ മതി. ഓക്കെ, ബാക്ക് ബിയറിംഗ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ? 4 ബിയറിംഗ് പ്ലസ് ഓർ മൈനസ് 180 ഡിഗ്രി. 4 ബിയറിംഗ് എത്ര എന്നുള്ള 60 ഡിഗ്രി. മൈനസ് 180 കൊടുത്താൽ ഉത്തരം നെഗറ്റീവിൽ പോകും. സോ എനിക്ക് അത് ഒരിക്കലും എഴുതാൻ പറ്റത്തില്ല. സോ ഞാൻ എന്തെഴുതുന്നു? പ്ലസ് 180 ഡിഗ്രി. ഉത്തരം എത്ര? 240 ഡിഗ്രി. ഓക്കെ, 240 ഡിഗ്രി. ബിയറിംഗ് ഓഫ് ബി എ കിട്ടിക്കഴിഞ്ഞു. ഇനി എല്ലാം എളുപ്പമാണ്. ഇതാ നമ്മുടെ ട്രാവേഴ്സ് ഒന്നുകൂടെ വരയ്ക്കാം. എ ബി സി ഡി. ഓക്കെ, ഇവിടെ എനിക്ക് എന്താ കിട്ടിയ ഇപ്പോൾ? ബിയറിംഗ് ഓഫ് ബി എ അല്ലേ? ബിയറിംഗ് ഓഫ് ബി എ കിട്ടിക്കഴിഞ്ഞു. എത്ര? 240 ഡിഗ്രി ആണെന്ന് കിട്ടിക്കഴിഞ്ഞു. ഇനി എനിക്ക് എന്തറിയാം? ഈ ഇൻക്ലൂഡഡ് ആംഗിളുകളെല്ലാം അറിയാം അല്ലേ? എത്രയൊക്കെയാ? 140 10. ആദ്യത്തെ എത്രയാണ്? 140 ഡിഗ്രി 10 മിനിറ്റ്. അടുത്ത എത്രയാ? 99 8. ഇതെത്ര? 99 ഡിഗ്രി 8 മിനിറ്റ്. ഇതെത്രയാ? 60 22 അല്ലേ? 60 22. ഓക്കെ, ലാസ്റ്റ് വൺ എത്ര? 69 20. 69 ഡിഗ്രി 20 മിനിറ്റ്. ഓക്കെ ആണല്ലോ? അതെ. ഇനി നമുക്ക് എന്ത് ചെയ്താൽ മതി? ബ്ലൈൻഡ് ആയിട്ട് നമ്മുടെ ഇക്വേഷനിൽ കൊടുത്താൽ മതി. എനിക്ക് എന്താ കണ്ടുപിടിക്കാനുള്ളത്? ഈ ലൈനിൻ്റെ അറിയാമല്ലേ? ബി എയുടേത് അറിയാം. ബി എയുടെ അറിയാം. സോ ബിയറിംഗ് ഓഫ് ലൈൻ എ ഡി. എ ഡി ഈസ് ഈക്വൽ ടു എന്താ നമ്മുടെ ഇക്വേഷൻ? ബിയറിംഗ് ഓഫ് പ്രിസീഡിംഗ് ലൈൻ. പ്രിസീഡിംഗ് ലൈൻ ഏതാ? ബി എ. ബിയറിംഗ് ഓഫ് പ്രിസീഡിംഗ് ലൈൻ പ്ലസ് ഇൻക്ലൂഡഡ് ആംഗിൾ. ബി എക്കും എ ഡിക്കും ഇടയിലുള്ള ഇൻക്ലൂഡഡ് ആംഗിൾ. ഞാൻ ആന്റി ക്ലോക്ക് വൈസിൽ പോകുന്നത് കൊണ്ട് അതെന്താണ്? ഇന്റീരിയർ ആംഗിൾ ആയിരിക്കും. 140 ഡിഗ്രി 10 മിനിറ്റ് പ്ലസ് ഓർ മൈനസ് 180. പ്ലസ് ഓർ മൈനസ് 180. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എത്ര കിട്ടുക? വിച്ച് ഈസ് ഈക്വൽ ടു ബിയറിംഗ് ഓഫ് ലൈൻ ബി എ. ബി എയുടെ ബിയറിംഗ് ഞാൻ എത്ര കണ്ടുപിടിച്ചിട്ടുണ്ട്? 240 പ്ലസ് 140 ഡിഗ്രി 10 മിനിറ്റ്. നോക്കി, ഇവിടെ പ്ലസ് 180 കൊടുക്കോ മൈനസ് 180 കൊടുക്കോ? പ്ലസ് 180 കൊടുത്താൽ വീണ്ടും കൂടി പോകും അല്ലേ? സോ നമുക്ക് എന്ത് ചെയ്യാം? മൈനസ് 180 കൊടുക്കാം. മൈനസ് 180 കൊടുക്കാം. നെഗറ്റീവ് വരാൻ ഒരു സാധ്യതയില്ല, കാരണം 280 എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വാല്യൂ കിടക്കുന്നുണ്ട്. ഓക്കെ, ഇതിൻ്റെ ഉത്തരം ഇത് കാൽക്കുലേറ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് എത്രയെന്ന് കിട്ടും? ഡി എ ബിയറിംഗ് ഓഫ് ലൈൻ എ ഡി. ബിയറിംഗ് ഓഫ് ലൈൻ എ ഡി നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 200 ഡിഗ്രി 10 മിനിറ്റ് എന്ന് കിട്ടും. 200 ഡിഗ്രി 10 മിനിറ്റ് എന്ന് കിട്ടി. ഓക്കെ, ശരി. അത് നമുക്ക് വേണമെങ്കിൽ ഇവിടെ മാർക്ക് ചെയ്യാം. ഇതെന്താണ്? 200 ഡിഗ്രി 10 മിനിറ്റ് എന്ന് കിട്ടി. ഇനി എനിക്ക് എന്ത് കണ്ടുപിടിക്കണം? ലൈൻ ഡി സിയുടേത് കണ്ടുപിടിക്കണം. ഓക്കെ, ബിയറിംഗ് ഓഫ് ലൈൻ ഡി സി. ബിയറിംഗ് ഓഫ് ലൈൻ ഡി സി വിച്ച് ഈസ് ഈക്വൽ ടു ബിയറിംഗ് ഓഫ് പ്രിസീഡിംഗ് ലൈൻ. അതിന് മുമ്പുള്ള ലൈൻ ഏതാ? ഡി സിയുടെ മുന്നുള്ള ലൈനിന്റെ പേരെന്താ? ഡി സിയുടെ ലൈനിന്റെ മുമ്പേ ഉള്ള ലൈനിന്റെ പേരാണ് എന്ത്? എ ഡി അല്ലേ? എ ഡി. ബിയറിംഗ് ഓഫ് എ ഡി പ്ലസ് എ ഡിക്കും ഡി സിക്കും ഇടയിലുള്ള ആംഗിൾ ഏതാ? എ ഡിക്കും ഡി സിക്കും ഇടയിലുള്ള ആംഗിൾ ഏതാ? 69 ഡിഗ്രി 20 മിനിറ്റ് അല്ലേ? പ്ലസ് 69 ഡിഗ്രി 20 മിനിറ്റ് പ്ലസ് ഓർ മൈനസ് 180 കൊടുക്കുന്നു. ഓക്കെ, എ ഡിന്റെ ബിയറിംഗ് നമ്മൾ കണ്ടുപിടിച്ചല്ലേ നേരത്തെ? അതെ, എ ഡിയുടെ ബിയറിംഗ് 200 ഡിഗ്രി 10 മിനിറ്റ് പ്ലസ് 69 ഡിഗ്രി 20 മിനിറ്റ്. ഇനി പ്ലസ് 180 കൊടുക്കുമോ മൈനസ് 180 കൊടുക്കുമോ? നോക്കിയേ, ഈ കിട്ടുന്ന ഉത്തരം 180യേക്കാൾ കൂടിയ ഒരു വാല്യൂ ആണല്ലേ? സോ എന്ത് ചെയ്താൽ മതി? മൈനസ് 180 ചെയ്താൽ മതി. മൈനസ് 180 ചെയ്യുമ്പോഴത്തേക്ക് എനിക്ക് എത്ര കിട്ടുന്നു ആൻസർ? 269 ഡിഗ്രി 30 മിനിറ്റ് എന്ന് എനിക്ക് ആൻസർ കിട്ടുന്നു. ഓക്കെ, അതുപോലെ അടുത്ത ലൈൻ ഏതാ? ഡി സി കഴിഞ്ഞു. അടുത്ത എനിക്ക് ഏതാ? സി ബി അല്ലേ? അടുത്ത ലൈൻ ഏതാണ്? സി ബി.
സി ബി. ബിയറിംഗ് ഓഫ് ലൈൻ സി ബി വിച്ച് ഈസ് ഈക്വൽ ടു ബിയറിംഗ് ഓഫ് പ്രീവിയസ് ലൈൻ. അതിനുള്ള മുമ്പത്തെ ലൈൻ ഏതാ? സി ബിക്ക് മുന്നിലുള്ള ലൈൻ ഏതാ? ഡി സി അല്ലേ? സി ബിക്ക് മുന്നിലുള്ള ലൈൻ ഏതാ? ഡി സി. ഓക്കെ, പ്ലസ് അവയ്ക്കിടയിലുള്ള ആംഗിൾ സി ബിക്കും ഡി സിക്കും ഇടയിലുള്ള ആംഗിൾ ഏതാണ്? ആംഗിൾ സി. ഡി സിക്കും സി ബിക്കും ഇടയിലുള്ള ആംഗിൾ ഏതാണ്? ആംഗിൾ സി. 60 ഡിഗ്രി 22 മിനിറ്റ്. ആംഗിൾ സി 60 ഡിഗ്രി 22 മിനിറ്റ് പ്ലസ് ഓർ മൈനസ് 180. ഇത് ചെയ്യുമ്പോൾ എനിക്ക് എത്രയെന്ന് കിട്ടുന്നു? ഇത് ചെയ്യുമ്പോൾ എത്രയെന്ന് കിട്ടുന്നു? സി ബി 140. ഓക്കെ, ഇതിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഡി സിൻ്റെ വാല്യൂ എത്ര? 269 ഡിഗ്രി 30 മിനിറ്റ് പ്ലസ് 60 ഡിഗ്രി 22 മിനിറ്റ്. കിട്ടുന്ന ഉത്തരം 180യേക്കാൾ കൂടുതലായതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു? 180യെ കുറയ്ക്കുന്നു. സോ കിട്ടുന്ന ഉത്തരം 149 ഡിഗ്രി 52 മിനിറ്റ് എന്ന് കിട്ടുന്നു. ഓക്കെ, അടുത്ത ഇതേ പ്രൊസീജിയറിൽ ഞാൻ ഫോളോ ചെയ്യുമ്പോഴത്തേക്ക് എനിക്ക് എന്ത് കിട്ടും? ലാസ്റ്റ് ലൈൻ ബിയറിംഗ് ഓഫ് ബി എ കിട്ടും. ബിയറിംഗ് ഓഫ് ബി എ. ഓക്കെ, ലാസ്റ്റ് ലൈൻ ഏതാ നമ്മുടെ? ബിയറിംഗ് ഓഫ് ബി എ. എ ഡി ഡി സി സി ബി. നോക്കിയേ, ബിയറിംഗ് ഓഫ് എ ബി നമ്മൾ ആദ്യമേ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട് 240 ഡിഗ്രി. വേണമെങ്കിൽ നമുക്ക് ഈ ഒരു പ്രൊസീജിയറിൽ നമുക്കത് കണ്ടുപിടിക്കാം. അങ്ങനെ ബിയറിംഗ് ഓഫ് ബി എൻ്റെ പ്രിസീഡിങ് ലൈൻ ഏതാണ്? സി ബി അല്ലേ? പ്ലസ് ഇവയ്ക്കിടയിലുള്ള ആംഗിൾ ഏതാണ്? സി ബിക്കും ബി എക്കും ഇടയിലുള്ള ആംഗിൾ ഏതാ? സി ബിക്കും ബി എക്കും ഇടയിലുള്ള ആംഗിൾ എന്ന് പറയുന്നത് ബി. 99 ഡിഗ്രി 8 മിനിറ്റ്. സെയിം പ്രൊസീജിയർ നമ്മൾ ഫോളോ ചെയ്യുക. 99 ഡിഗ്രി 8 മിനിറ്റ് പ്ലസ് ഓർ മൈനസ് 180. ഓക്കെ, ഇതിൻ്റെ വാല്യൂ എത്ര? 149 ഡിഗ്രി 52 മിനിറ്റ് പ്ലസ് 99 ഡിഗ്രി 8 മിനിറ്റ് പ്ലസ് ഓർ മൈനസ് 180 വിച്ച് ഈസ് ഈക്വൽ ടു, ഇത് ചെയ്ത് കിട്ടുമ്പോഴത്തേക്ക് നമുക്കുള്ള ഉത്തരം എത്ര കിട്ടും? 60 ഡിഗ്രി എന്ന് കിട്ടും. ഓക്കെ, 60 ഡിഗ്രി എന്ന് കിട്ടും. ബി എയുടെ ബിയറിംഗ് നമുക്ക് കിട്ടുന്നത് 240 ഡിഗ്രി എന്ന് കാൽക്കുലേറ്റ് ചെയ്തെടുക്കുമ്പോൾ കിട്ടും. ഓക്കെ, സെയിം പ്രൊസീജിയർ നമ്മൾ എന്ത് ചെയ്യുക? റിപ്പീറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. പക്ഷേ ഏറ്റവും അവസാനം ഇതിൽ ചെറിയൊരു ട്വിസ്റ്റ് ഉണ്ട്. നോക്കിയേ, നമ്മുടെ ചോദ്യത്തിൽ തന്നിരുന്ന ലൈൻ ഏതാ? ചോദ്യത്തിൽ തന്നിരുന്ന ലൈൻ എന്ന് പറയുന്നത് എ ബി ആണ് അല്ലേ? ചോദ്യത്തിൽ തന്നിരുന്ന ലൈൻ എന്ന് പറയുന്നത് എ ബി ആണ്. എ ബി തരണമെങ്കിൽ ഇത് ഏത് ഡയറക്ഷനിൽ ഫോളോ ചെയ്യണം? അവർ ഈ ട്രാവേഴ്സ് കൺസിഡർ ചെയ്തിരിക്കുന്നത് ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ്. നമുക്ക് ഇന്റീരിയർ ആംഗിൾ തന്നതുകൊണ്ട് ആന്റി ക്ലോക്ക് വൈസ് ആയിട്ട് നമ്മൾ കണ്ടുപിടിച്ചിരിക്കുക. സോ അവരുടെ ക്വസ്റ്റ്യനിലുള്ള ലൈനുകൾ ഏതൊക്കെയാണ്? എ ബി, ബി സി, സി ഡി, ഡി എ. ഇതായിരുന്നു എന്ത്? ക്വസ്റ്റ്യനിലുള്ള ലൈനുകൾ. പക്ഷേ ഇന്റീരിയർ ആംഗിൾ തന്നിരുന്നത് കൊണ്ട് നമ്മൾ ആന്റി ക്ലോക്ക് വൈസിൽ കണ്ടുപിടിച്ചത് ഏതൊക്കെയാ? നമ്മൾ കണ്ടുപിടിച്ച ലൈൻസിന്റെ ബിയറിംഗ് ഏതൊക്കെയാ? ബി എ കണ്ടുപിടിച്ചേ. ഓക്കെ, ബി എ കണ്ടുപിടിച്ചേ. അത് ബി എയിൽ നിന്ന് എനിക്ക് എന്ത് കിട്ടും? എ ബി കിട്ടും അല്ലേ? ബി എയിൽ നിന്ന് എ ബി കിട്ടാൻ എനിക്ക് എന്ത് ചെയ്താൽ മതി? എ ബി എന്ന് പറയുന്നത് ഇതിന്റെ ബാക്ക് ബിയറിംഗ് ചെയ്താൽ മതി. സോ 240 മൈനസ് 180. എത്ര ആൻസർ? 240 മൈനസ് 180 ചെയ്യുമ്പോൾ 60. എ ബി കിട്ടിക്കഴിഞ്ഞു. ഓക്കെ, ഇനി രണ്ടാമത്തെ നോക്കാം നമുക്ക്. ഇവിടെ നമ്മൾ എന്താ കണ്ടുപിടിച്ചിരിക്കുന്നത്? എ ഡി അല്ലേ കണ്ടുപിടിച്ചിരിക്കുന്നത്. എ ഡി മാറ്റി എനിക്ക് എന്ത് കണ്ടുപിടിക്കണം? ഡി എ കണ്ടുപിടിക്കാൻ എനിക്ക് എന്ത് ചെയ്താൽ മതി? 210 മൈനസ് 180 ചെയ്തെടുത്താൽ മതി. ഓക്കെ, മൈനസ് 180 മൈനസ് ചെയ്യുമ്പോൾ നെഗറ്റീവ് വരില്ല. എത്ര കിട്ടുന്നു? 20 ഡിഗ്രി 10 മിനിറ്റ് എന്ന് കിട്ടുന്നു. ഓക്കെ, ഇനി അടുത്തത് ഏതാ? ഡി സി ആയിരുന്നു അവർ തന്നിരുന്നത്. നമുക്ക് വേണ്ട ഏതായിരുന്നു? സി ഡി ആയിരുന്നു അല്ലേ? സി ഡിന്റെ എത്ര? 269 ഡിഗ്രി 30 മിനിറ്റ്. അതിൽ നിന്ന് 180 കുറച്ചാൽ മതി. കിട്ടുന്ന ഉത്തരം നെഗറ്റീവ് ആയിരിക്കൂല. സോ അതായിരിക്കും എന്ത്? സി ഡി. ഓക്കെ, അതുപോലെ നമുക്കിവിടെ എന്താ? സി ബി ആണ് നമ്മൾ കണ്ടുപിടിച്ചത്. നമുക്ക് വേണ്ട ഏതായിരുന്നു? ബി സി ആണ് അല്ലേ? ബി സി കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? 149 ഡിഗ്രി 52 മിനിറ്റിൽ നിന്ന് 180 കുറച്ച് കൊടുത്താൽ കിട്ടുന്ന ഉത്തരം നെഗറ്റീവായി പോകും. സോ ഞാൻ എന്ത് ചെയ്യണം? 180നെ ആഡ് ചെയ്ത് കൊടുക്കണം അല്ലേ? ഓക്കെ, അതുപോലെ ബി എയിൽ നിന്ന് എനിക്ക് എന്ത് കണ്ടുപിടിക്കാം? എ ബി ചെയ്യാം അല്ലേ? എ ബി എന്ന് പറയുന്നത് എത്രയാണ്? 240 മൈനസ് 180 ചെയ്യുമ്പോൾ ഉത്തരം എത്ര കിട്ടും?
60 ഡിഗ്രി. നോക്കി, ഇതൊരു ചെക്കാണ്. ഇവിടെ ചെയ്തപ്പോഴും 60 കിട്ടി. ക്വസ്റ്റ്യനിൽ എത്ര തന്നിരിക്കുന്നത്? 60 തന്നെയാണ് തന്നിരിക്കുന്നത് അല്ലേ? നോക്കി, ഇത്രയും വലിയ ഒരു കണക്ക് ഒരു കാരണവശാലും നമുക്ക് എന്താ PSC ഒന്നും ചോദിക്കത്തില്ല. ഈ ഒരു പോർഷൻ നോക്കുന്നവർ, ഈ ഇൻക്ലൂഡഡ് ആംഗിൾ എന്ന് പറയുന്ന ഈ ഒരു പോർഷൻ നോക്കുന്നവർ എന്ത് ചെയ്യുക? ആ ഇക്വേഷൻ പഠിക്കുക. പ്രിസീഡിങ് ലൈൻ പ്ലസ് ഇൻക്ലൂഡഡ് ആംഗിൾ പ്ലസ് ഓർ മൈനസ് 180 എന്ന് പറയുന്ന ആ ഇക്വേഷൻ നോക്കുക. ഓക്കെ, അത് വെച്ചിട്ട് അത് ഇങ്ങനെയാണ് അപ്ലൈ ചെയ്യാനുള്ളത്. വേണമെങ്കിൽ അവർക്ക് അതിൽ നിന്ന് ഒരു ആംഗിൾ ചോദിക്കാം, ഏതെങ്കിലും ഒരു ബിയറിങ് വേണമെങ്കിൽ ചോദിക്കാം. അത് പഠിക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഇത്രയും വലിയൊരു കൺവെൻഷണൽ ക്വസ്റ്റ്യൻ ചോദ്യം നമ്മൾ ചെയ്തു നോക്കുന്നതാണ്. ഓക്കെ, ഇത്രയും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇത് പഠിക്കണമെന്ന് നിർബന്ധമില്ല. നിങ്ങൾ എന്ത് ചെയ്യുക? ഇക്വേഷൻ പഠിക്കുക. അതിൽ നിന്ന് ഒരു ബിയറിങ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്ന് പഠിച്ചു വെച്ചിരിക്കുക. പിന്നെ ഇതിൻ്റെ കൺസെപ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചിരുന്നാൽ നല്ലതായിരിക്കും. ഓക്കെ, അടുത്ത ഇനി നമുക്ക് പഠിക്കാനുള്ളത് മാഗ്നറ്റിക് ഡിക്ലിനേഷൻ്റെ ഡിപ്പിൻ്റെ കുറച്ച് തിയറി പോർഷനുകളാണ്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡീൽ ചെയ്യാം. ARC, the Gate Kochi Hub of Kerala.